ശ്രീമുഖി വാത്സല്യാശ്നി കീർത്തനാനി സ്വാമി സിദ്ധാസമാരംഭാ ശങ്കരാചാര്യ ഭഗവത്പാദം ശങ്കരം ശങ്കരാചാര്യം ശ്രീശങ്കരായ പ്രഭാഷ്യവല്ലോ വന്ദേ ഭഗവന്തോ ഈശ്വരോ യുഗേദവിഭാഗേ വ്യോമവൻ വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ ബ്രദാരണ തൃതീയാധ്യായം തൃതീയ ബ്രഹ്മ യഷ്ടൈശ്ചിതിച്ചത് വിദ്യാസൈവം കർമ്മ നിരഭിസന്ധി മന്ത്രശർക്കരാദിയുക്ത വിഷദധ്യാദിവത് കാര്യാന്തരം ആരഭതേതി തന്ന അനാരഭ്യത്വാത് മോക്ഷസ്യ ധീമാത്ര ആയതത്വാത് അതിന്റെ വ്യാഖ്യാനിച്ചാണ് ഇവിടെ ബ്രഹ്മവ ഇതമിത്യുക്തേ പ്രാഗഭിജ്ഞാനജന്മതഃ ജഗത് ബ്രഹ്മാത്മ സംസിദ്ധേർ നാദോ മുക്തിക്രിയോദ്ഭവ യദി വസ്തു സ്വതോ മുക്തം പരദം ബദ്ധമിഷ്യതി മോക്ഷായ ഫലവാൻ തദസ്യാന്ന വിപരീ എന്നാണ് പറഞ്ഞത്. മോക്ഷത്തിനു വേണ്ടി യത്നം ആവശ്യമാണ്, അത് ഫലവത്താണ്. ജഗത് ബ്രഹ്മാത്മ സംസിദ്ധി അതൊക്കെ ശരിയാണ്, പക്ഷേ ഇതിന് യത്നം ആവശ്യമാണ്. അവിടെ എങ്ങനെയാണ് വിദ്യ, ജ്ഞാനം, അറിവ് അതെങ്ങനെ പ്രവർത്തിക്കുന്നു? വിദ്യ അഭിവ്യഞ്ജിക ഏവ യം സ്വതസിദ്ധസ്യ വസ്തുനഃ ആരംഭകത്വം ജഗതി തസ്യ നൈവ ഉപപദ്യതേ. വിദ്യ, അറിവ്, അതിനെക്കുറിച്ച് പൊതുവായി പറയുന്നു. അറിവെന്ന് പറയുമ്പോൾ ആത്മബോധം എന്നെടുക്കണ്ട, ഏതറിവെടുത്താലും ശരി. അറിവിന്റെ പ്രത്യേകത എന്താണ്? ജഗതി ആരംഭകത്വം തസ്യ നൈവ ഉപപദ്യതേ. ഇതൊരിക്കലും ആരംഭകമല്ല. വിദ്യയ്ക്ക്, അറിവിനൊന്നിനെ സൃഷ്ടിക്കാൻ അറിവിന് സാധിക്കത്തില്ല, അതിന് കഴിവില്ല. അറിവിന് എന്റെ മുമ്പിൽ പുസ്തകം ഇരിക്കുന്നു, ഞാൻ അറിയുന്നു. ഇവിടെ എന്താ? പുസ്തകത്തെക്കുറിച്ച് എനിക്ക് അറിവുണ്ടായി എന്ന് പറഞ്ഞാൽ ഇവിടെ അറിവ് പുസ്തകത്തെ സൃഷ്ടിച്ചില്ല. ഇതുവരെ എനിക്ക് ഈ പുസ്തകത്തെക്കുറിച്ചുള്ള അറിവുണ്ടായിരുന്നില്ല എന്ന് പറയാം. അല്ലെങ്കിൽ ഞാൻ അജ്ഞനായിരുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ അറിവില്ലായ്മ ഉണ്ടായിരുന്നു എന്ന് പറയാം. ഇപ്പം ഞാനിതിനെ അറിയുന്നു. അപ്പോൾ ഈ അറിവ് ഇവിടെ ഒന്നിനെ സൃഷ്ടിച്ചില്ല.
എന്ന് പറയുന്നത് ആരംഭകത്വം ജഗതി, ലോകത്തിൽ, നമ്മുടെ വ്യവഹാര ലോകത്ത്, ഈ ജാഗ്രത്തിൽ നാനാ വിഷയങ്ങളെ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നിടത്ത് അറിവ് ആരംഭകമല്ല, അതൊന്നിനെയും സൃഷ്ടിക്കുന്നില്ല. ഇത് അറിവിന്റെ ഒരു സാമാന്യ സ്വഭാവമാണ്. ലൗകികമായ ഏതറിവും ഇങ്ങനെ തന്നെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ സ്വസ്വരൂപം സ്വതസിദ്ധസ്യ വസ്തുന, സ്വതസിദ്ധമാണ്. ഇതെല്ലാം അറിവിനെ അപേക്ഷിക്കുന്നു. ഇതൊന്നും സ്വതസിദ്ധമല്ല. പുസ്തകം ഇത് ജഡമാണ്, സ്വയം അത് ചിത്തല്ല, നമുക്കങ്ങനെ അനുഭവപ്പെടുന്നു. ഇതൊന്നും പരമാർത്ഥത്തിൽ നിന്ന് അന്യമല്ലെങ്കിലും വ്യവഹാരത്തിൽ നമുക്കത് അനുഭവപ്പെടുമ്പോൾ നമ്മൾ പറയുന്നു ഇത് ചിത്താണ്, ഇത് ജഡമാണെന്ന് തിരിക്കുന്നു. ഈ ജഡമായ വസ്തുക്കൾ സംബന്ധിച്ച് നമുക്ക് അറിവുണ്ടാകും. ആ അറിവ് പോലും ഇതിനെയൊന്നും സൃഷ്ടിക്കുന്നില്ല. മറിച്ച് അതിനെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മയെ മാറ്റി അതിനെക്കുറിച്ചുള്ള ബോധം അത് പ്രകാശിക്കുന്നു. പക്ഷെ ഇവിടെ എന്താണ് സ്വതസിദ്ധസ്യ വസ്തു? സ്വതസിദ്ധമായ വസ്തു എന്ന് പറഞ്ഞാൽ സ്വയം അറിവായിരിക്കുന്നതാണ് തന്റെ സ്വരൂപം. അവിടെ ഈ അറിവ് എന്ത് ചെയ്യാനാണ്? അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് അറിവ് കൊണ്ട് സാധ്യമല്ല. എന്നത് തസ്യാഹ സാധ്യത്വം. ഇവിടെ ബാഹ്യമായ വിഷയങ്ങളെ സംബന്ധിച്ച് പോലും ഇതൊന്നും തന്നെ, ഇവിടെ ഒന്നും തന്നെ അറിവ് കൊണ്ട് സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ സ്വയം സിദ്ധമായിരിക്കുന്ന, സ്വയം അറിവായി തന്നെ ഇരിക്കുന്ന സ്വസ്വരൂപത്തിൽ ഈ വിദ്യ എന്ത് ചെയ്യാനാണ്? അവിടെ വിദ്യ കൊണ്ട് സാധ്യമായതെന്താണ്? ഇവിടെ വിദ്യ കൊണ്ട് സാധ്യമാണോ മോക്ഷം? അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. മോക്ഷം, മുക്തി എന്ന് പറയുന്നത് ഇതെന്താണ്? അറിവുകൊണ്ട് സാധ്യമായ ഒന്നാണോ? അറിവുകൊണ്ട് മോക്ഷം എന്നുള്ളതല്ല, വ്യാവഹാരികമായി പോലും ഒന്നും അറിവുകൊണ്ട് സാധ്യമല്ല. അറിയുന്നു എന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു. വസ്തുവിനെ നമ്മൾ അറിയുന്നു. ആ അറിവുകൊണ്ട് സാധിക്കാൻ മറ്റൊന്നുമില്ല. മോക്ഷം എന്ന് പറയുന്ന ഒന്നിനെ അറിവുകൊണ്ട് സാധിക്കുന്നില്ല, സാധിക്കാൻ സാധ്യമല്ല. പ്രത്യേകിച്ചും ഇവിടെ സ്വസ്വരൂപം സ്വയം അറിവായി തന്നെ ഇരിക്കെ അറിവുകൊണ്ട് അവിടെ എന്ത് സാധിക്കാനാണ്? എന്തിനെ സാധിക്കാനാണ്? സാധിക്കാനില്ല. പിന്നെ എന്താണ് അറിവ് ചെയ്യുന്നത്? വിദ്യ അഭിവ്യഞ്ജിക. വേണമെങ്കിൽ അവിടെ അത്രയും പറയാം. എന്താണ്? വിദ്യ അഭിവ്യഞ്ജികയാണ്. അത് അഭിവ്യഞ്ജിപ്പിക്കുന്നു. ഒന്നും സാധിക്കുകയില്ല, മറിച്ച് ഈ അറിവ് അഭിവ്യഞ്ജിപ്പിക്കുന്നു എന്ന് പറയും. എന്താണ് അഭിവ്യഞ്ജിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതടുത്ത് പറയും. അപ്പോൾ അതാണ് മോക്ഷത്തെ അഭിവ്യഞ്ജിപ്പിക്കുന്നു. മോക്ഷം നിത്യസിദ്ധമായ ഒന്നാണ്. അതുകൊണ്ടാണ് നിത്യമുക്തം എന്ന് പറയുന്നത്. അതിനെ അഭിവ്യഞ്ജിപ്പിക്കുന്നു ജ്ഞാനം, അല്ലാതെ മോക്ഷത്തെ സാധിക്കുന്ന ഒന്നല്ല. ക്രിയയിലൂടെ വസ്തുക്കളെ സിദ്ധിക്കുന്നത് പോലെ ജ്ഞാനത്തിലൂടെ മോക്ഷത്തെ സിദ്ധിക്കാൻ സാധ്യമല്ല. അഭിവ്യഞ്ജിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്?
അജ്ഞാനം മാത്ര വ്യവധൗ വസ്തുനി വ്യാപൃതി മിതേഹി ആരംഭ്യേ അർത്ഥേ അഫലം ജ്ഞാനം വ്യഞ്ജകത്വാത് പ്രദീപവത്. ഇത് മുമ്പും പറഞ്ഞിട്ടുണ്ട്. വിദ്യ അത് കാരകമല്ല, ജ്ഞാപകമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരകത്വം എന്ന പ്രകാശകത്വം മൃദാധിപത്. കാരകം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പ്രകാശകമല്ല. ഉദാഹരണം പറഞ്ഞാൽ മൃത്ത് എടുക്കുക, അത് കാരകമാണ്. എങ്ങനെ അത് കാരകമാകുന്നു? അതിൽ നിന്ന് പാത്രം ഉണ്ടാകുന്നു. പാത്രത്തിനത് ഉപാദാനം എന്നുള്ള നിലയ്ക്ക് അത് കാരകമാണ്. പാത്രം ഉണ്ടാക്കുന്നയാൾ ആ മൃത്ത് ഉപയോഗിച്ച് പാത്രത്തെ ഉണ്ടാക്കുന്നു. മൃത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് അത് പാത്രത്തെ സൃഷ്ടിക്കുന്നതിനുള്ള ഒരു കഴിവ് അതിനുണ്ട്, സൃഷ്ടിക്കുള്ള ശേഷിയുണ്ട്. അതുകൊണ്ടാണ് അതിന് കാരകമെന്ന് പറയുന്നത്. അതിന് ഉപാദാനമെന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രത്യേകത എന്താണ്? അത് ജഡമാണ്, അത് പ്രകാശകമല്ല. ഇവിടെ പറയുന്നത് അറിവിനെ കുറിച്ചാണ്. ഇവിടെ അറിവ് എന്നെ സംബന്ധിച്ച് അത് സ്വയം പ്രകാശകമാണ്. അതുകൊണ്ട് ആത്മബോധം അത് കാരകമല്ല, ജ്ഞാപകമാണ്. എന്തിനു ജ്ഞാപിപ്പിക്കുന്നു? സ്വസ്വരൂപമായ അറിവിന്. എന്താ സ്വസ്വരൂപം അറിവാണെങ്കിൽ പിന്നെ എന്തിനതിനെ വ്യഞ്ചിപ്പിക്കണം അല്ലെങ്കിൽ ജ്ഞാപിപ്പിക്കണം? അതാണ് ചോദിക്കുന്നത്. സ്വതസിദ്ധേർ വ്യഞ്ചകത്വം അപ്യയുക്തം വ്യക്തേഹേ സഹജത്വ. ഈ വ്യഞ്ചകത്വം എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ അർത്ഥം എന്താ? ഈ സ്വസ്വരൂപമായിരിക്കുന്ന അറിവിനെ വ്യഞ്ചിപ്പിക്കുന്നു, പ്രകാശിപ്പിക്കുന്നു എന്നാണോ? അതും ശരിയല്ല. കാരണം പ്രകാശം അതിന്റെ സ്വരൂപം തന്നെയാണ്. തന്റെ സ്വരൂപമാണ് പ്രകാശം. താൻ തന്നെ കുറിച്ച് അജ്ഞനല്ലല്ലോ. താൻ സ്വയം സദാ ജ്ഞാനസ്വരൂപനായിരിക്കുന്നു. അത് പുസ്തകം വായിച്ച് മനസ്സിലാക്കേണ്ട കാര്യമില്ല. താൻ സ്വയം അറിവായിരിക്കുന്നു, സർവത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് സർവാനുഭവമാണ്. താൻ എപ്പോഴും പറയുന്നത് എന്താണ്? അനുഭവത്തെക്കുറിച്ചാണ്. ഞാൻ അറിയുന്നു, അനുഭവിക്കുന്നു. താൻ സ്വയം തന്നെ അറിവിന്റെ സ്ഫുരണമായിരിക്കുമ്പോൾ പിന്നെ തന്നെ വ്യഞ്ചിപ്പിക്കുക, ജ്ഞാനം പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതും ശരിയാകത്തില്ല. എന്തുകൊണ്ട്? വ്യക്തിയെ സഹജത്വ, അത് തന്റെ സ്വരൂപം തന്നെയാണ്. താൻ സ്വയം ജ്ഞാനമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ദ്വൈതി എന്നോ അദ്വൈതം എന്നോ ജ്ഞാനിയെന്നോ അജ്ഞാനിയെന്നോ ഒന്നും യാതൊരു വ്യത്യാസമില്ല. അവിടെ അറിവില്ലാത്ത ആരാ? സ്വയം അറിയാത്ത ആരാ? മറ്റുള്ളവയെ അറിയാത്ത ആരാ? അങ്ങനെ ആരുമില്ല. അപ്പൊ താൻ സ്വയം അറിവായി പ്രകാശിക്കുന്നു എന്ന് പറയുന്നത് സ്വാനുഭവമാണ്. തന്നെക്കുറിച്ച് ചിന്തിച്ചാലും മറ്റു വസ്തുക്കളെക്കുറിച്ച് ചിന്തിച്ചാലും അവിടെ താൻ അറിവായിരുന്നുകൊണ്ടാണ്. പിന്നെ തന്നെ അറിയുന്നതിന് ഇനിയൊരു അറിവെന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം? ആത്മബോധം തന്നെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറയാൻ പറ്റും. ആത്മബോധത്തിന്റെ പ്രകാശം കൊണ്ടാണ് മുക്തി എന്ന് പറയാൻ പറ്റും. ആത്മബോധം തന്നെ വ്യഞ്ചിപ്പിച്ചതുകൊണ്ട് തനിക്ക് മുക്തി ഉണ്ടായി എന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് പറയുന്നു
മോക്ഷലക്ഷണേ ഫലേ സാധ്യേ സ്വീകൃതേ തത്ര ജ്ഞാനസ്യ അപ്രവേശാത് തത് അനർത്ഥകം സ്യാത് തസ്യ ഹി ദീപവത് വ്യഞ്ജകത്വാത് വ്യംഗ്യേ പ്രവേശോ ന സാധ്യേ തസ്മാത് തത് ഫലവത്വ അനുപത്യാപി ന മുക്തേ സാധ്യത. അതാണ് വ്യംഗ്യമൊന്നും സാധ്യമൊന്നും പറയുന്നതിന് വ്യത്യാസമുണ്ട്. അഹം ബ്രഹ്മാസ്മി, ഞാൻ എന്നെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ അറിഞ്ഞതുകൊണ്ട് ഞാൻ മുക്തനായിരിക്കുന്നു എന്ന് പറയുകയാണ്. എന്നെ അറിഞ്ഞ് ഞാൻ മുക്തനായി. അവിടെ ആ മുക്തി എന്ന് പറയുന്നത് എന്റെ അറിവിലൂടെ ഞാൻ നേടിയെടുത്ത ഒന്നല്ല. ഞാൻ പരിശ്രമിച്ച് ഈ ലോകത്തിൽ പലതും നേടുന്നത് പോലെ അറിവിലൂടെ നേടിയെടുത്ത ഒന്നല്ല. നേടിയെടുത്തതെന്ന് പറഞ്ഞാൽ അതിനാണ് സാധ്യമെന്ന് പറയുന്നത്. പിന്നെന്താ ഇവിടെ അറിവിന്റെ ആവശ്യം എന്താണ്? ഞാൻ സ്വയം അറിവാണ്. സ്വയം അറിവായതുകൊണ്ട് തന്നെ അറിവിൽ മറ്റൊന്നിനും കലരാൻ കഴിയത്തില്ലല്ലോ. അറിവിന്റെ സ്വഭാവം തന്നെ ശുദ്ധമാണ്. അറിവിനോട് മറ്റൊന്നിനും ചേരാൻ കഴിയത്തില്ല. അറിവിന്റെ സ്വഭാവം തന്നെ പ്രകാശമാണ്. പ്രകാശത്തിന് വിപരീതമായതെല്ലാം ഇരുളാണ്. അപ്പൊ അറിവിൽ എങ്ങനെ ഇരുളിന് കൂടിച്ചേരാൻ പറ്റും? കഴിയത്തില്ല. അതിന് നേരെ വിരുദ്ധമാണ്. അറിവ് പ്രകാശമായതുകൊണ്ട് തന്നെ അത് ശുദ്ധമാണ്. അതിന് വിപരീതമായ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് മുക്തവുമാണ്. അറിവ് സ്വയം നിത്യമുക്തമായിരിക്കെ അവിടെ സാധ്യമായ മുക്തി എന്ന് പറയുന്ന ഒന്നില്ല. പിന്നെന്താ വ്യഞ്ജിപ്പിച്ചു എന്ന് പറയുന്നത്? അത് സ്വതസിദ്ധമായ ഭൂതം, വർത്തമാനം, ഭാവി ഇങ്ങനെ കാലഭേദം കൂടാതെ നിത്യസിദ്ധമായിരിക്കുന്ന ആ മുക്തി, അതാണ് തന്റെ സ്വരൂപം എന്നറിവ് ബോധിപ്പിക്കുന്നു. അല്ലാതെ അറിവിനെ വെളിപ്പെടുത്തുകയല്ല ചെയ്യുന്നു. തന്റെ സ്വരൂപം അത് നിത്യമുക്തമാണ് എന്ന് ഈ അറിവ് ബോധിപ്പിക്കുന്നു. അതാണ് വ്യഞ്ജിപ്പിക്കുക എന്ന് പറഞ്ഞാൽ. ശരി, അത് നിത്യമുക്തമാണെങ്കിൽ, ആ നിത്യമുക്തി അതിന്റെ സ്വഭാവമാണ്, അത് സഹജമാണെങ്കിൽ, പിന്നെ എന്തുകൊണ്ടത് ബോധിപ്പിക്കേണ്ട ആവശ്യം വന്നു? അതിന് തടസ്സമുണ്ടായിരുന്നു. നിത്യമുക്തിക്കല്ല തടസ്സം. നിത്യമുക്തി എന്ന് പറയുന്നത് സ്വതസിദ്ധമാണ്. പക്ഷെ ആ നിത്യം മുക്തിയെക്കുറിച്ചുള്ള ആ ബോധത്തിന് തടസ്സമുണ്ടായിരുന്നു. അതങ്ങനെ നിത്യമുക്തമായിരിക്കുന്ന വസ്തുവിൽ പറഞ്ഞു വിരുദ്ധമായ ഒന്നും തന്നെ അവിടെ ഇല്ല. അത് ഏകമായി കേവലമായി പ്രകാശിക്കുകയാണ്. അതിനെങ്ങനെ ആ ഒരു തടസ്സം വരുന്നത്? അതാണ് പറയുന്നത് അജ്ഞാനമാത്ര വിവധവും. ആ തടസ്സത്തെയാണ് പറയുന്നത് അജ്ഞാനം.
അവിടെ രണ്ടാമതൊന്നില്ല എന്ന് പറഞ്ഞു. നിത്യമുക്തമായിരിക്കുന്ന ജ്ഞാനപ്രകാശത്തിൽ തടസ്സം നിൽക്കാൻ വേറെന്താ ഉള്ളത്? എന്നിട്ട് പറയുന്നു അജ്ഞാനം തടസ്സമാണ്. ഇതിലൊരു വൈരുദ്ധ്യമില്ല. അജ്ഞാനത്തെ ഒരു വസ്തുവായി, തടസ്സം നിൽക്കുന്ന ഒരു വസ്തുവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ, പ്രതിബന്ധകമായ ഒരു വസ്തുവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെ തടസ്സമുണ്ട്. പക്ഷെ അജ്ഞാനം എന്ന് പറയുന്ന ഒരു വസ്തുവേ അല്ല, അത് അവസ്തുവാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് ഇവിടെ മുക്തിക്ക് ഒരു തടസ്സമുണ്ട്, ഒരു പ്രതിബന്ധമുണ്ട്. അതിന് നീക്കുന്നതിന് ജ്ഞാനം ആവശ്യമായി എന്ന് വരുമ്പോൾ അവിടെ എങ്ങനെയാണോ മുക്തി നിത്യസിദ്ധമായിരിക്കുന്നത്, സ്വസ്വരൂപമായിരിക്കുന്നത്, അതുപോലെ മറ്റൊരു വസ്തു അവിടെ വന്ന് തടസ്സം നിൽക്കുകയാണ് മുക്തിക്ക് എന്ന് ധരിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ഇവിടുത്തെ തടസ്സം എന്ന് പറയുന്ന അവസ്തുവാണ്. അതെന്താ അവസ്തുവായ തടസ്സം? ആണ് പറഞ്ഞത്. ഇവിടെ ഇപ്പോ ഈ പുസ്തകത്തെ ഞാൻ അറിയുന്നതിന് മുമ്പ് എനിക്ക് പറയാം എന്താണ്, ഈ പുസ്തകത്തിന്റെ അറിവിനൊരു തടസ്സം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതെന്താ തടസ്സം? അങ്ങനെ ഒരു വസ്തുവിടെ തടസ്സമായിരുന്നത് അത് ഈ പുസ്തകത്തെക്കുറിച്ചുള്ള അജ്ഞാനം തന്നെ. അതെന്താ സാധനം? അറിവില്ലായ്മ. അതുണ്ടായിരുന്നു, അതൊരു പരമാർത്ഥമാണ്, അതെനിക്ക് അംഗീകരിക്കേണ്ടി വരുന്നു. ഞാനിതിനെ അറിയുന്നത് വരെ ഇതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അറിവുണ്ടായപ്പോൾ അറിവില്ലായ്മ പോയി. ഈ പോയ അറിവില്ലായ്മ എന്താണ്? അതൊരു വസ്തുവാണോ? അല്ല. അറിവില്ലായ്മ എന്ന് പറയുന്ന ഒരു വസ്തുവിനെ കൊണ്ട് ഈ പുസ്തകത്തെ പൊതിഞ്ഞു വെച്ചിരുന്നു. അറിവ് വന്നപ്പോൾ ആ പൊതിയെ ഇളക്കി മാറ്റിയോ? അങ്ങനെയൊന്നുമില്ല. അജ്ഞാനം എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നിപ്പോയി, എങ്ങനെ എന്തോ ഒരു സാധനം കൊണ്ട് ഇതിനെ മറച്ചു വച്ചിരുന്നു. പിന്നെന്താ അറിവില്ലായ്മ? അറിവ് അതുവരെ ഉണ്ടായില്ല. അത് തന്നെ ഈ പുസ്തകത്തെ പ്രകാശിപ്പിക്കുന്ന ഒരു അറിവ് അതുവരെ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അറിവില്ലായ്മയ്ക്കർത്ഥം. അറിവില്ലായ്മ അല്ലെങ്കിൽ അജ്ഞാനം ഒരു വസ്തുവല്ല. അത് നമ്മുടെ ഈ ലൗകികമായ ദൃഷ്ടാന്തത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കും. ഇതാണ് ജ്ഞാനവും അജ്ഞാനവും തമ്മിലുള്ള ബന്ധം. അവിടെ ജ്ഞാനത്തിൽ നിന്ന് വേറിട്ട് ജ്ഞാനത്തിനെ ബന്ധിക്കുന്ന അജ്ഞാനം എന്ന് പറയുന്ന ഒരു വസ്തുവില്ല. താൻ നിത്യ മുക്തസ്വരൂപനാണ് എന്നുള്ള ബോധം ഉണ്ടായില്ല. അത്രയോ. ജ്ഞാനം സ്വയം നിത്യമുക്തമായിരുന്നിട്ടും അങ്ങനെ ഒരു ബോധം ഉണ്ടായില്ല. അങ്ങനെ ഒരു ബോധം ഉണ്ടായാൽ ആ ബോധമില്ലായ്മ മാറി. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അജ്ഞാനം മാത്ര വ്യവധവും. അവിടുത്തെ വ്യവധാനം, മറ, തടസ്സം നിത്യമുക്തിക്ക് ഈ അറിവില്ലായ്മ മാത്രമാണ്. താൻ സ്വയം പ്രകാശിക്കുന്നിടത്ത് എങ്ങനെ ഒരു അറിവില്ലായ്മ എങ്ങനെ ഉണ്ടായി? അതെന്തുകൊണ്ട് സംഭവിച്ചു? അത് ചോദിക്കുന്നത് അറിവില്ലായ്മ എന്ന് പറയുന്ന ഒരു വസ്തു ആണ്, അത് സംഭവിക്കാൻ പാടില്ല എന്നുള്ള ധാരണയിൽ നിന്നുകൊണ്ട് ആ ചോദിക്കുന്നത്. അങ്ങനെ ഒരു പദാർത്ഥം അല്ലെങ്കിൽ ഒരു വസ്തു അതെങ്ങനെ സംഭവിക്കാം? കേവലം അറിവ് മാത്രമുള്ളിടത്ത് അറിവില്ലായ്മ എങ്ങനെ സംഭവിക്കാം? അവിടെ അറിവിൽ നിന്ന് വേറിട്ട അറിവില്ലായ്മ എന്ന് പറയുന്ന ഒരു പദാർത്ഥം കൂടെ സ്വീകരിക്കുന്നിടത്തെ നമുക്കങ്ങനെ ചോദ്യം വരും. എങ്ങനെയെന്ന് ചോദ്യം വരും. ചോദിക്കുക എന്താണ് ഈ പുസ്തകം ഇതെങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുക. എന്തുകൊണ്ട്? ഞാൻ എന്നിൽ നിന്നും അന്യമായി പുസ്തകം എന്ന് പറയുന്ന ഒരു വസ്തുവിനെ കാണുന്നുകൊണ്ട് ചോദിക്കുന്നു ഈ പുസ്തകം എങ്ങനെ ഉണ്ടായി
ആ ചോദ്യം യുക്തമാണ്. പക്ഷെ അറിവില്ലായ്മ എങ്ങനെ ഉണ്ടായി എന്ന് ഒരു ചോദ്യം യുക്തമല്ല. എന്തുകൊണ്ട്? അവിടെ അറിവിൽ നിന്ന് അന്യമായ ഒന്നില്ല. അറിവില്ലായ്മ അറിവിൽ നിന്നും വേറിട്ട ഒരു വസ്തുവല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യത്തിന് യാതൊരു അവകാശമില്ല. പക്ഷെ അറിവില്ലായ്മ എന്ന് പറയുന്നത് സ്വാനുഭവ സിദ്ധവുമാണ്. അങ്ങനെ ഒന്നിനെ ഞാൻ അനുഭവിക്കുന്നു. എന്തുകൊണ്ട്? ഞാൻ പറയുന്നു അജ്ഞോഹം, ഞാൻ അജ്ഞനാണ്, നീ നിത്യ ശുദ്ധ മുക്ത സ്വരൂപനാണ്, നിനക്കറിയാമോ? എനിക്കറിയില്ല എന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ ഞാൻ പറയും ഞാൻ അങ്ങനെയല്ല, ഞാൻ ജനിച്ചവനും മരിക്കുന്നവനുമാണ്. അല്ലെങ്കിൽ പറയും എനിക്ക് ആ കാര്യത്തിൽ സംശയമുണ്ട്. ഇതാണ് അജ്ഞാനം എന്ന് പറയുന്നത്. ഇതെല്ലാം അജ്ഞാനമാണ്. ഈ അജ്ഞാനം ഒരു വസ്തുവല്ല, അറിവിൽ നിന്ന് അന്യമായ ഒന്നല്ല. അതുകൊണ്ടതെങ്ങനെ എന്നുള്ള ചോദ്യത്തിന് യാതൊരു സാധ്യതയില്ല. നിത്യസിദ്ധമായ വസ്തുവിൽ എങ്ങനെ ഉണ്ടായി എന്ന് ചോദ്യം വരുന്നു. താൻ സ്വയം അറിവായി പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. ആർക്കും സംശയമുള്ള കാര്യമില്ല. കാരണം ഞാനെന്നുള്ള അനുഭവം അത് ഇല്ലാത്ത ആരുമില്ലല്ലോ. അറിവിന്റെ പ്രകാശം ഇല്ലാത്ത ആരുമില്ല, ഒരു ജീവനുമില്ല. ജീവനെന്ന് പറഞ്ഞാൽ തന്നെ ഈ അറിവ് പ്രകാശിക്കുന്നതാണ്. അവിടെ അക്കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല. എന്നാൽ ഈ അറിവിന്റെ പ്രകാശം അനിത്യമാണോ, ശുദ്ധമാണോ, മുക്തമാണോ, ഇക്കാര്യത്തിലൊക്കെയാണ് അജ്ഞാനം, സംശയം, വിപര്യം എല്ലാം ഉള്ളത്. ഇതിനെല്ലാം ചേർത്ത് പറയുന്ന പേരാണ് അജ്ഞാനം. ആ അജ്ഞാനം എന്ന് പറയുന്നത് ഈ അറിവിൽ നിന്ന് വേറിട്ടൊന്നല്ല, മറിച്ച് താൻ നിത്യശുദ്ധനാണ് എന്നുള്ള ആ അറിവിന്റെ ഇല്ലായ്മയാണ്. അപ്പോൾ ഈ അറിവ് തന്നെ എങ്ങനെയാണോ ഒരു അഗ്നി തന്നെ, അഗ്നി ഒന്നാണ്, പക്ഷെ അത് പല ജ്വാലകളായി പ്രകാശിക്കുന്നു. സൂര്യൻ ഒരു ഗോളമാണ്, അത് പല കിരണങ്ങളായി പ്രകാശിക്കും. ഇത് അറിവിന്റെ സ്വഭാവമാണ്. അറിവ് തന്നെ ബോധിപ്പിക്കുന്നു. എങ്ങനെ? തന്റെ സ്വരൂപം നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവമാണ്. അപ്പോൾ അതിന് തടസ്സമായിരുന്ന അജ്ഞാന അറിവില്ലായ്മ മാറുന്നു. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന അഭിവ്യക്തി അല്ലെങ്കിൽ അഭിവ്യഞ്ജിക അറിവ്. അഭിവ്യഞ്ജിക എന്ന് പറയുന്നതാണ്. അതാണ് പറയുന്ന അറിവ് സ്വയം പ്രകാശിക്കുന്നു എന്ന് പറയുന്നതാണ്. ഇതിനൊരു ദൃഷ്ടാന്തം എടുക്കാനില്ല. കാരണം ഇത് അറിവിന്റെ മാത്രം സവിശേഷതയാണ്. ഏതുപോലെയെന്ന് ചോദിച്ചാൽ മറ്റൊന്നും ഇതിന് പറയാനില്ല. പ്രകാശമോ അഗ്നിയോ ഒന്നും പൂർണ്ണമായും ഇതിന് ദൃഷ്ടാന്തമില്ല. കാരണം അതെല്ലാം ഈ അറിവിനെ ആശ്രയിച്ച് പ്രകാശിക്കുന്നതാണ്, ജഡപ്രകാശങ്ങളാണ്. ഈ അറിവിന്റെ സ്വഭാവം ദൃഷ്ടാന്തമില്ലാത്തതുകൊണ്ടാണ് പറയുന്നത് ഇത് അനുഭവസിദ്ധമായ കാര്യമാണ്. ഇതിന് അനുഭവം മാത്രമാണ് ഇതിന് പ്രമാണമായിരിക്കുന്നത്. ആ അനുഭവത്തിന് നിമിത്തമാണ് ശ്രുതി അല്ലെങ്കിൽ ഉപദേശം. അത് ശ്രോതാവിന്റെ ഉള്ളിൽ അനുഭവമായി പ്രകാശിക്കുന്നു. ശ്രുതി ശബ്ദാത്മകമാണ്, ഉപദേശം ശബ്ദാത്മകമാണ്. പക്ഷെ അത് ശ്രോതാവിന്റെ ഉള്ളിൽ അനുഭവമായി പ്രകാശിക്കുന്നു. അതാണ് ഭാഷ്യകാരൻ മുമ്പ് പറഞ്ഞത്. എന്താണ് ഈ ശബ്ദത്തിന്റെ ശക്തി? അത് അചിന്ത്യമാണ്. അത് ഇങ്ങനെയൊരു ബോധത്തെ ഉള്ളിൽ
ഉണർത്തുന്നു. അത് ആ സ്വരൂപത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ, അവസ്തുവായ അറിവില്ലായ്മ, അറിവിൽ നിന്ന് അന്യമല്ലാത്ത ആ അറിവില്ലായ്മയെ അത് മാറ്റുന്നു. അതൊക്കെ അറിവിന്റെ സവിശേഷത, അറിവിന്റെ സ്വഭാവം. അതുകൊണ്ട് പറയുന്നത് അറിവിന്റെ അഭിവ്യക്തിയാണ്. അതിന് ഒറ്റ വാക്കിനെ പറയൂ, അത് സ്വതപ്രകാശമാണ്. അതുകൊണ്ട് ആരംഭ്യാർത്ഥേ ഫലം ജ്ഞാനം ഇവിടെ പറയുന്നു. മോക്ഷലക്ഷണേ ഫലേ സാധ്യേ സ്വീകൃതി തത്ര ജ്ഞാനസ്യ അപ്രമേയം. പിന്നെ സാധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നെ ജ്ഞാനത്തിന് യാതൊരു ജോലി ഇല്ല. മോക്ഷസാധ്യമാണ്, അവിടെ ജ്ഞാനത്തിനൊന്നും ചെയ്യാനില്ല. നിങ്ങൾ പറയുന്നു ഞാൻ മോക്ഷത്തെ സാധിക്കും. എങ്ങനെയാ? സമാധിയിലൂടെ സാധിക്കും. ഇവിടെ ജ്ഞാനത്തിന്റെ ആവശ്യമില്ല. കാരണം എന്തെങ്കിലും ഒരു അഭ്യാസത്തിലൂടെ മനസ്സിന് പ്രത്യേക ഒരു അവസ്ഥയിലെത്തിച്ച് പിന്നെ അവിടെ നിന്നടുത്ത് മോക്ഷത്തിലേക്ക് എത്തുക എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ജ്ഞാനത്തിന്റെ ആവശ്യമില്ല. മറ്റേതൊരു ഉപായത്തെ സ്വീകരിച്ചാലും ശരി, അവിടെ ജ്ഞാനത്തിന്റെ ആവശ്യം വരുന്നില്ല. തദനർത്ഥകസ്യ, ജ്ഞാനം എന്ന് പറയുന്നത് വ്യർത്ഥമായി പോകും, ജ്ഞാനം ഉപയോഗശൂന്യമായി പോകും. ജ്ഞാനം വ്യർത്ഥമല്ല. ജ്ഞാനം സദാ അജ്ഞാനത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സദാ ഓരോ വിഷയത്തെ ഗ്രഹിക്കുമ്പോഴും ആ വിഷയത്തെക്കുറിച്ചുള്ള അജ്ഞാനം അല്ലെങ്കിൽ അറിവില്ലായ്മയെ ജ്ഞാനം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ പറയും, ഇത് വിഷയങ്ങളെ സംബന്ധിച്ച് സംഭവിക്കുന്നു അല്ലെങ്കിൽ ബാഹ്യമായി സംഭവിക്കുന്നു എന്ന് പറയും. അത് ശരിയാണ്, ബാഹ്യമായാണ് സംഭവിക്കുന്നത്. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെല്ലാം ഗ്രഹിക്കുമ്പോൾ ജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രുതി പറയുന്നു അതുപോലെ ഇവിടെ ബാഹ്യമായി അജ്ഞാനത്തെ നശിപ്പിക്കുന്നത് പോലെ തന്നെ അറിവായിരിക്കുന്ന നിന്നിൽ തന്നെയുണ്ട് ഒരു അറിവില്ലായ്മ. അതിനെ നശിപ്പിക്കണം. അതിനുവേണ്ടി പറയുന്നു തത്വമസി എന്ന് ബോധിപ്പിക്കുന്നു. അപ്പോൾ ബാഹ്യമായി ഈ അറിവില്ലായ്മ നശിക്കാമെങ്കിൽ ഈ കരണങ്ങളുടെ സഹായത്തോടുകൂടി, മനസ്സിന്റെ സഹായത്തോടുകൂടി ഈ ബാഹ്യമായ അറിവില്ലായ്മ പോകാമെങ്കിൽ ഉള്ളിൽ തന്നെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മയും പോകാം. അപ്പോ അറിവില്ലായ്മയെ നശിപ്പിക്കുന്നു എന്ന് തന്നെ സ്വീകരിക്കണം. അതല്ലാതെ അറിവിന് മറ്റൊന്നിനെയും സിദ്ധിക്കുന്നതിന് ഉള്ള ശേഷിയില്ല. അത് ജ്ഞാപകമാണ്, കാരകമല്ല. കാരണം അഗ്നി പ്രകാശിപ്പിക്കും, അല്ലെങ്കിൽ അത് ദഹിപ്പിക്കും. ഇത് രണ്ടും ചെയ്യും. അഗ്നി ദഹിപ്പിക്കുന്ന ആ വസ്തുവിനെ അതിനെ അഗ്നിക്കൊരിക്കലും സൃഷ്ടിക്കാനൊക്കത്തില്ല, നശിപ്പിക്കത്തേ ഉള്ളൂ. ഇന്ധനത്തെ അഗ്നി ദഹിപ്പിച്ചു, പക്ഷെ ഇന്ധനത്തെ അഗ്നിക്ക് സൃഷ്ടിക്കാൻ കഴിയില്ല. ഏതൊരു ഇന്ധനത്തെയാണ് ദഹിപ്പിക്കുന്നത്? അല്ലെങ്കിൽ പ്രകാശിപ്പിക്കുന്ന ധർമ്മത്തെ എടുക്കുക. അഗ്നി പ്രകാശിപ്പിക്കുന്നു, മറിച്ചവിടെ രണ്ടാമതൊന്നും ആ വസ്തുവിൽ അതിന് സാധ്യമായി, അതിൽ ആധേയമായി ഒന്നും ചെയ്യുന്നതിന് അഗ്നിയുടെ പ്രകാശം എന്ന് പറയുന്ന ആ ധർമ്മത്തിന് ശേഷിയില്ല. അത് പ്രകാശിപ്പിക്കുന്നു, അത്രമാത്രം എന്നേ അതിനെക്കുറിച്ച് പറയാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ എന്താണ്? ജ്ഞാനസാധ്യമല്ല മുക്തി, മറിച്ച് അജ്ഞാനനാശകമാണ്. അജ്ഞാനനാശം അത് തന്നെ. അപ്പൊ അവിടെ ചിലർ പറയും അജ്ഞാനനാശം എന്ന് പറയുന്നത് അത് നിഷേധാത്മകമായ ഒന്നല്ലേ. മുക്തിയെക്കുറിച്ച് അങ്ങനെ പറയുന്നു. മുക്തിയെക്കുറിച്ച് പറയുന്നത് എന്താണ്? അത് ആനന്ദസ്വരൂപമാണ്, നിരുദ്ദേശീയം ആനന്ദമാണെന്നൊക്കെ പറഞ്ഞാൽ അത് അംഗീകരിക്കാം. പക്ഷെ അജ്ഞാനനാശം എന്ന് പറയുമ്പോൾ അതിനൊരു നിഷേധ സ്വഭാവം വരും.
ആ നിഷേധ സ്വഭാവം വരുന്നത് എന്തുകൊണ്ടാണ്? അജ്ഞാനം എന്ന് പറയുന്ന ഒരു വസ്തു അഗ്നി നശിപ്പിക്കുന്ന ഇന്ധനത്തെ പോലെ ഈ ചൈതന്യത്തിൽ നിന്നും വേറിട്ട് അജ്ഞാനം എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടെന്നും ആ വസ്തുവിനെ ഈ ജ്ഞാനം നശിപ്പിക്കുന്നു എന്നെല്ലാം സങ്കല്പിക്കുമ്പോഴാണ് അത് നിഷേധാത്മകമായി വരുന്നത്. ഇവിടെ നിഷേധാത്മകമായ ഒന്നുമില്ല അജ്ഞാനനാശമൊന്നും. എന്തുകൊണ്ട്? ആ ജ്ഞാനസ്വരൂപത്തിൽ നിന്ന് വേറിട്ട് അജ്ഞാനനാശം എന്ന് പറയുന്ന ഒന്നില്ല, അജ്ഞാനവുമില്ല, രണ്ടുമില്ല. അതുകൊണ്ട് തന്നെ അതിനെ സംബന്ധിച്ച് എന്തുകൊണ്ട് എങ്ങനെ ഇത്തരം ചോദ്യങ്ങൾക്കും നിലയില്ല. അത് ജ്ഞാനത്തിന്റെ സ്വഭാവം. എന്താ ഇങ്ങനെ അഹം അഹമെന്ന് ഇത് സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നത്? എന്ത് സമാധാനം പറയുന്നു? സർവജീവന്മാരുടെ ഉള്ളിലും സദാ ഈ പ്രകാശം സ്വയം ഗ്രഹിച്ചുകൊണ്ട് സർവത്തെയും ഗ്രഹിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പ്രകാശിക്കുന്നു. എന്താ ഇതിങ്ങനെ? ഇതാണ് അതിന്റെ സ്വഭാവം എന്നല്ല മറ്റൊന്ന് പറയാനോ? അറിവിന്റെ സ്വഭാവമാണത്. അതുകൊണ്ട് പറഞ്ഞത് വ്യക്തി സ്വതസിദ്ധ. ഈ പ്രകാശം സ്വതസിദ്ധമാണ്. ഇവിടെ മറ്റൊന്നും സംഭവിക്കുന്നില്ല. അറിവ് സ്വയം പ്രകാശിക്കുന്നു. അത് മറ്റുള്ളവയെ പ്രകാശിപ്പിക്കുന്നു. തസ്ഹി ദീപവത് വ്യഞ്ചകത്വാ വ്യംഗ്യേ പ്രവേശന സാധ്യേ. ജ്ഞാനത്തിന് വ്യംഗ്യത്തിൽ പ്രവേശമുണ്ട്, സാധ്യത്തിൽ പ്രവേശമില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ ജ്ഞാനം കൊണ്ട് വ്യഞ്ചിപ്പിക്കുന്ന എന്തിനും ജ്ഞാനത്തെ തന്നെ. ജ്ഞാനത്തിൽ നിന്ന് അന്യമായൊന്നുമില്ല. അതുകൊണ്ട് ഇത് രണ്ടും തമ്മിലൊരിടപാടുണ്ട്. വ്യഞ്ചിപ്പിക്കുന്ന ജ്ഞാനവും വ്യംഗ്യമായ ജ്ഞാനവും. വ്യഞ്ചിപ്പിക്കുന്ന ജ്ഞാനം എന്ന് പറയുന്നത് ശ്രുതിയുടെ ശ്രവണത്തിൽ നിന്ന് തന്റെ ഉള്ളിലുണ്ടാകുന്ന ജ്ഞാനം. വ്യംഗ്യമായ ജ്ഞാനം എന്ന് പറയുന്നത് അത് ഏതൊരു ജ്ഞാനത്തിന്റെ സ്ഫുരണമാണോ ആ ജ്ഞാനം, അത് വ്യംഗ്യമായ ജ്ഞാനം. ഒരു അഗ്നിയുടെ നാളം പോലെ അവിടെ എന്തെങ്കിലും ഭേദം കൽപ്പിക്കാൻ പറ്റും. സൂര്യന്റെ കിരണം പോലെ അവിടെ എന്തെങ്കിലും ഭേദം കൽപ്പിക്കാൻ പറ്റും? ഒന്നുമില്ല. അതുപോലെ ഇവിടെ സംഭവിക്കുന്നുള്ളൂ. എന്ന സാധ്യേ. അപ്പോൾ ഇവിടെ ജ്ഞാനസാധ്യമായൊരു മോക്ഷം അങ്ങനെ ഒന്നില്ല. എന്നാൽ ജ്ഞാനമുണ്ട്. അഗ്നിയുടെ നാളം പോലെ ഈ ഒരുദാഹരണം മാത്രം. ഈ ജ്ഞാനത്തിന്റെ ജ്ഞാനം അത് സംഭവിക്കാം, അത് സംഭവിക്കുന്നു. തസ്മാൻ തദ് ഫലവത്വ അനുപത്യ. കൊണ്ട് ജ്ഞാനഫലമല്ല മോക്ഷം എന്ന് പറയുന്നത്. അപ്പേ ഇന്ന മുക്തി സാധ്യത. അതുകൊണ്ട് മുക്തി സാധ്യമല്ല. മുക്തിയെക്കുറിച്ച് ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ നമ്മുടെ സങ്കല്പത്തിലുള്ള മുക്തിയാണ് സാധിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ സങ്കല്പിച്ചാൽ സാധിക്കേണ്ടി വരും. ഇത് മുക്തി സ്വസ്വരൂപം തന്നെ, ജ്ഞാനസ്വരൂപം തന്നെ. എന്നുവെച്ചാൽ അവിദ്യ വ്യതിരേകേണ മുക്തേ ബന്ധോ അന്വേഷ്യത്തെ. ഈ അവിദ്യ, അജ്ഞാനം, അറിവില്ലായ്മ, ഇതല്ലാതെ മുക്തിക്ക് ബന്ധം, തടസ്സം വേറെ ഒന്നുമില്ല. എന്ന് പറയുമ്പോൾ മുക്തിക്ക് തടസ്സമായി അറിവില്ലായ്മ എന്ന് പറയുന്ന ഒരു വസ്തുവിനെ കൽപ്പിക്കരുത്. എന്നാൽ അതിനെ മാറ്റാൻ വേണ്ടി പരിശ്രമം വേണ്ടിവരും. അത് നിഴലിനോട് യുദ്ധം ചെയ്യുന്ന പോലെയാണ്. യുദ്ധം ഒരിക്കലും അവസാനിക്കത്തില്ല, നിഴലുള്ളിടത്തോളം കാണും.
അത് ആത്മാവിനെ കുറിച്ച് പറയുന്ന പോലെയാണ്. എന്താണ്? നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ചൈനം ക്ലേദയന്ത്യാപോ നശോഷേതി മരുത എന്ന് പറയുന്നത് നിഴലിന് യോജിക്കുന്ന കാര്യമാണ്. അതിനെ ദഹിപ്പിക്കാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാനും പറ്റത്തില്ല. നിഴലിനോട് യുദ്ധം ചെയ്താൽ വല്ല കാര്യമുണ്ടോ? അതങ്ങനെ തന്നെ നിൽക്കും. അടുത്ത് അതും പറയുന്നുണ്ട്. അതുപോലെ ഇത് മോക്ഷം സാധിക്കാൻ പോകുന്നവരെല്ലാം ഒരു നിഴൽ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. അതായത് നിഴലിനോട് യുദ്ധം ചെയ്യുകയാണ് അതിനെ മാറ്റാൻ വേണ്ടിയിട്ട്. ഉള്ളിൽ ഈ വെളിവുണ്ടാകുന്നത് വരെ നിഴൽ യുദ്ധത്തിലാണ്. എല്ലാ പരിശ്രമവും നിഴൽ യുദ്ധമാണ്. എന്തെങ്കിലും സാധിക്കൂ. അതിന് അനുഭവം പെട്ടുകഴിഞ്ഞാൽ നിഴൽ പോകും. എന്ത് ചെയ്താലും അത് പോകത്തില്ല. എന്തുകൊണ്ടത് അവസ്തുവാണ്. ഒന്നേ ഉള്ളൂ അവിടെ. എന്താണ്? വെളിച്ചം. വെളിച്ചത്തിൽ പിന്നെ അതില്ല. അതെങ്ങോട്ട് പോയി? അത് എവിടുന്നെങ്കിലും വന്നാലല്ലേ പോകാൻ പറ്റും. അവരിടത്തുനിന്ന് വന്നതല്ല, അതുകൊണ്ട് അതിനോടത്തേക്കും പോകാനുമില്ല. ഒന്ന് മാത്രം എന്താണ്? നിഴല് പിന്നെ ഇല്ല. എത്ര യുദ്ധം ചെയ്തിട്ടും മാറാത്ത നിഴല് വെളിച്ചത്തിൽ മാറി. അതുപോലെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ നിഴൽ, ഈ അവിദ്യ, അറിവില്ലായ്മ, ഇത് മാത്രമാണ് മുക്തിക്ക് തടസ്സമായിരിക്കുന്നത്. വേറെ തടസ്സമൊന്നുമില്ല. ഇത് ഇത്രയും വ്യക്തവും ലളിതവുമായി ആണ് ഇവിടെ നമ്മളെ ഇത് ബോധിപ്പിക്കുന്നത്. ഇതിനപ്പുറം ഇതിനെക്കുറിച്ച് ബോധിപ്പിക്കാനൊന്നുമില്ല. ഇതിനപ്പുറം ഇനി ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനൊന്നുമില്ല. ഈ മനസ്സിലാക്കിയതിനപ്പുറം മനസ്സിലാക്കണമെന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ അവൻ ധരിക്കുന്നു ഇവിടെ നിഴലിനോട് ഇനിയും യുദ്ധം ചെയ്യാനുണ്ടെന്ന് ധരിക്കുന്നു എന്നേ അർത്ഥമാണ്. ഇതുവരെ ചെയ്ത യുദ്ധം പോരെ, ഇനിയും യുദ്ധം തുടരണം എന്ന് കരുതുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ അവിടെ നിഴൽ യുദ്ധം അവസാനിച്ചു. നച്ചാ വിദ്യാ വ്യതിരേകേണ മുക്തേർബന്ധോ അന്വേഷ്യതേ നിവൃത്തി ക്രിയതേ യസ്യ വിദ്യേതേ ഇഹ കർമ്മണ ഇവിടെ നിവൃത്തി, നിഴലിന്റെ നിവൃത്തി, അത് വിദ്യ കൊണ്ടാണ് സംഭവിക്കുന്നത്. ഈ ബോധം കൊണ്ടാണ് സംഭവിക്കുന്നത്. പറഞ്ഞത് യുദ്ധം കൊണ്ട് നിഴലിന് മാറ്റാൻ പറ്റത്തില്ല. ഒരു കർമ്മം കൊണ്ട് ഈ നിഴലിനെ മാറ്റാൻ കഴിയത്തില്ല. അത് അവസ്ഥയാണ്, അത് മാറത്തില്ല. പക്ഷെ പ്രകാശം കൊണ്ട് മാറും. അതുകൊണ്ട് അവിദ്യാനാശമാത്രശ്ച മോക്ഷം ആത്മനൈഷ്യത. ആത്മമോക്ഷം, തന്റെ മോക്ഷം എന്ന് പറഞ്ഞ് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും എന്താണ്? ഈ അവിദ്യാനാശത്തിന് വേണ്ടിയിട്ടാണ്. ഇന്ന് മാത്രമല്ല, അവിദ്യാനാശം തന്നെയാണ് മോക്ഷം. അതൊരു നിഷേധാത്മകമായ കഥനമല്ലെന്ന് അതെങ്ങനെ മനസ്സിലാക്കണമെന്ന് മുമ്പ് പറഞ്ഞു. കൊണ്ട് പറയുന്നു അവിദ്യാനാശം മാത്രശ്ച മോക്ഷം. അവിദ്യാനാശം കൊണ്ട് മോക്ഷമൊന്നുമല്ല പറയുന്നത് ഇവിടെ. അങ്ങനെയും പറയാറില്ല. അവിദ്യാനാശം തന്നെയാണ് മോക്ഷം. ആ വിദ്യാനാശത്തിന് ഈ അറിവ്, ഏത് ഇപ്പം നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അറിവുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഈ മോക്ഷത്തെ സംബന്ധിച്ചുള്ള ഇതുവരെ ഉണ്ടായിരുന്ന അറിവില്ലായ്മ മാറി. അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് ഇതുവരെ ഉണ്ടായിരുന്ന വിപരീത ജ്ഞാനങ്ങൾ മാറി. ഇത് തന്നെയാണ് മുക്തി എന്ന് പറയുന്നത്. അല്ലാതെ പോയി പ്രാപിക്കാനൊരു മുക്തി അങ്ങനെ ഒന്നില്ല. ഇനി ഈ അറിവിനെ വിട്ടിട്ട് മറ്റേതെങ്കിലും ഒരു സ്ഥാനത്ത് പോയി
ഏതെങ്കിലും ഒരു അവസ്ഥയിൽ പോയിട്ട് സവികല്പമോ നിർവികല്പമോ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ പോയി സാധിക്കാനുള്ള മുക്തി ഇവിടെ ഇല്ല. ഈ അറിവുകൊണ്ട് സാധിക്കുന്ന തന്നെയാണ് മുക്തി. പെട്ടെന്ന് അവിടെ ഒരു ചോദ്യം വരും, അറിവ് ശരി സമ്മതിച്ചു, പക്ഷെ അത് അനുഭവമല്ലല്ലോ എന്ന് പറയും. അറിവിനങ്ങനെ രണ്ട് പിരിവില്ല, അറിവ് അനുഭവം അങ്ങനെ രണ്ട് പിരിവില്ല. അറിവിനെ തന്നെയാണ് അനുഭവം എന്ന് പറയുന്നത്. ജ്ഞാനം, ചിത്ത്, അറിവ്, അനുഭവം, അനുഭൂതി എല്ലാം ഒന്നിന്റെ പേരാണ്. ഒരു വസ്തുവിന് പല പേരിട്ടെന്ന് വിചാരിച്ച് വസ്തു പലതാകത്തില്ല. വസ്തു ഒന്നാണ്, നിങ്ങൾക്ക് പല പേരിടാം. രാമന് രാമനെന്ന് പേരിടാം, സീതാപതി എന്ന് പേരിടാം, ദശരഥ പുത്രൻ എന്ന് പേരിടാം, എന്ത് പേര് വേണം ഇടാം. പക്ഷെ വസ്തു ഒന്നായിരിക്കും. അപ്പോൾ അറിവിന് നല്ല ഓമന പേരുകളിട്ടിട്ട് അത് അനുഭൂതിയാണ്, ആനന്ദമാണ്, അതിനൊന്നും വ്യത്യാസം വരുന്നില്ല. അങ്ങനെ രണ്ടില്ല. അറിവെന്നും അനുഭവമെന്നും അനുഭൂതി എന്നും പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. എന്തുകൊണ്ട്? അറിവ് ഏക സ്വഭാവമുള്ളതാണ്, എപ്പോഴും പറയുന്നതാണ്. അറിവ് ഏക സ്വഭാവമാണ്. എന്താ അറിവിന്റെ ഏക സ്വഭാവം? അതിനെയാണ് നമ്മൾ അറിവെന്നോ അനുഭവമെന്നോ എല്ലാം പറയുന്നത്. അറിവിന്റെ ഏക സ്വഭാവമാണ്. പ്രത്യക്ഷം, പരോക്ഷം, അപരോക്ഷം എന്നൊക്കെ പറയുന്നു. അതൊക്കെ വളരെ സ്ഥൂലമായ അതിന്റെ വ്യാഖ്യാനങ്ങളാണ്. ബാലന്മാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. നമ്മൾ മുമ്പ് അങ്ങനെയൊക്കെ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ബ്രഹ്മസൂത്രത്തിലും മറ്റും ചർച്ച ചെയ്തപ്പോൾ അങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അത് ബാഹ്യമായ സ്ഥൂലമായ വ്യാഖ്യാനങ്ങൾ മാത്രം. അല്ല, അറിവിൽ അങ്ങനെ സാതിശയത്വം വന്നു കഴിഞ്ഞാൽ, ഇത്തരം ഭേദങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ അറിവെന്ന് വിളിക്കാൻ പറ്റത്തില്ല. അത് അറിവാകത്തില്ല. എന്തുകൊണ്ടത് ഏകരസം ശ്രുതി പറയും. അത് ഏക സ്വഭാവമാണ്, അതിന് മാറ്റം വരുന്നില്ല. അതുകൊണ്ട് അത്തരം ഒരു അറിവിനെ ആണ് ഇവിടെ പറയുന്നത് വ്യഞ്ചകം. അത് നിവർത്തിക്രിയതേ, അതിനെ നിവർത്തിപ്പിക്കുന്നു. നിവൃത്തി എന്ന് പറഞ്ഞാലും ഉള്ളതൊന്നിനെ നിവർത്തിപ്പിക്കുന്നു എന്നല്ല പറഞ്ഞല്ലോ. പ്രപഞ്ചോ യതി വർത്തേത നിവർത്തേതെന്ന് സംശയ. നിവർത്തിക്കണമെങ്കിൽ വർത്തിക്കണം. ഉള്ളതിനല്ലേ നിവർത്തിക്കാൻ പറ്റും. അപ്പോൾ നിവൃത്തി എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ലൗകികമായ നിവൃത്തി എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നു. അജ്ഞാനം എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടായി, അതിനെ ജ്ഞാനം എന്ന് പറയുന്ന മറ്റൊരു വസ്തു വന്നു നിവർത്തിപ്പിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല. പ്രപഞ്ചം ഉണ്ടെങ്കിൽ നിവർത്തിപ്പിക്കുക. അവിടെ ഇല്ലല്ലോ. അജാതത്തിൽ എങ്ങനെ പ്രപഞ്ചം എന്ന് അവിടെ ചോദിച്ചു. മാണ്ഡൂക്യത്തിൽ ഒരു ലോകം ഉണ്ടായി, അതിൽ ആരെങ്കിലും അതിനെ സൃഷ്ടിച്ച് അത് നിലനിൽക്കുന്നു, ഇനി അതിനെ നിവർത്തിപ്പിക്കണമെന്ന് വന്നു കഴിഞ്ഞാലേ ഉള്ളൂ ബുദ്ധിമുട്ട്. എങ്ങനെ നിവർത്തിപ്പിക്കും? അവിടെ പറഞ്ഞു എന്താണ്, എല്ലാം ആ തുര്യന്റെ സ്പന്ദനം തന്നെ. തുര്യനിൽ നിന്ന് വേറിട്ടൊരു പ്രപഞ്ചത്തെ കാണിച്ച് എന്നാ നിവർത്തിപ്പിക്കാം. അതുപോലെ ഇവിടെ നിവൃത്തി എന്ന് പറഞ്ഞാൽ അങ്ങനെ മനസ്സിലാക്കാം. വ്യാവഹാരികമായ ലൗകികമായ നിവൃത്തിയല്ല എന്ന് പറയുന്നു. അറിവില്ലായ്മയുടെ സ്ഥാനത്ത് അറിവ്, അത് തന്നെ നിവൃത്തി എന്ന് പറയുന്നു. അതുകൊണ്ട് അവിദ്യാനാശം, അവിദ്യാനാശമാണ് മോക്ഷം. അത് അറിവിന്റെ സ്വരൂപമാണ്. അതുകൊണ്ട് അറിവിനോടിവിടെ മറ്റൊന്നിനെയും കൂട്ടിക്കെട്ടരുത്. ഇത് അറിവിന്റെ തന്നെ സ്വഭാവമാണ്.
ഇവിടെ ഈ ചർച്ച ഇവിടെ എത്തിച്ചത് എന്തുകൊണ്ടാണ്? കൈസ്ഥിതി വിദ്യാസഹിതം കർമ്മ നിരഭിസന്ധി. ജ്ഞാനവും കർമ്മവും അവിടെ കർമ്മത്തിനോട് ഒരു സ്ഥാനം കൊടുക്കുക, ജ്ഞാനത്തോട് കർമ്മത്തെ കൂടെ യോജിപ്പിക്കുക. ആ കർമ്മം നിരഹങ്കാരിയായി നിസ്സംഗനായി ആ കർമ്മവും പിന്നെ ഈ പറയുന്ന ആത്മബോധവും കൂടെ ചേർന്ന് അജ്ഞാനത്തെ നശിപ്പിച്ച് മോക്ഷം കൊടുക്കുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വെളിച്ചത്തിന് ഇരുളിനെ നശിപ്പിക്കാൻ സ്വയം കഴിഞ്ഞില്ലെങ്കിൽ എന്താ അത് ഇരുളിനെ കൂടെ കൂട്ടുപിടിക്കുമോ? ഇരുളിനെ നശിപ്പിക്കുക, ഇരുളിനെ സഹായത്തിന് വിളിക്കുമോ? നീ ഇവിടെ വരിക, എന്താണ് നമുക്ക് ഇരുട്ടിനെ നശിപ്പിക്കുക? അത് അസംഭവമാണ്. അതാണ് ഇവിടെ പറയുന്നത്. യതസ്തോ അതിരേകേണ മോക്ഷോ അനിത്യോ ഭവേ ധ്രുവം. നിങ്ങൾ മോക്ഷത്തെ സംബന്ധിച്ച് വേറെ എന്തെങ്കിലും പറയുകയാണ്, എന്തെങ്കിലും ഭാവന നിങ്ങൾക്കുണ്ടെങ്കിൽ, കൈലാസമെന്നോ വൈകുണ്ഠമെന്നോ എന്തെങ്കിലും ഒരു ഭാവന നിങ്ങളുടെ ഈ പറഞ്ഞതിൽ നിന്ന് വേറിട്ട്, ഇതിനെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം കൈലാസമാണ്, ഇതാണ് വൈകുണ്ഠം എന്നൊക്കെ പറയാം. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തതാണ്. ഇതിൽ നിന്ന് വേറിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മോക്ഷഭാവന ഉണ്ടെങ്കിൽ അത് കഴമ്പുള്ള മോക്ഷമല്ല. അനിത്യോ ഭവേ ധ്രുവം. ആ മോക്ഷം കൊണ്ട് ഒരു പ്രയോജനമില്ല. സമ്യജ്ഞാന അതിരേകേണ നച്ച അന്യേനാസ്തി പുനതി പ്രത്യേക മോഹസ്യനാദസ്യ ജ്ഞാനകർമ്മ സമുച്ചയ. സമ്യജ്ഞാനാതിരേകേണ, ഇവിടെ സമ്യജ്ഞാനം ശരിയായ ബോധം. എന്തിനെ കുറിച്ചാണ് ശരിയായ ബോധം? ഈ മുക്തിയെക്കുറിച്ച് തന്നെ, മറ്റൊന്നിനെ കുറിച്ചുമല്ല. മുക്തിയെക്കുറിച്ചുള്ള ബോധം അത് തന്നെയാണ്, ആത്മാവിനെ കുറിച്ചുള്ള ബോധം അത് തന്നെയാണ്, ബ്രഹ്മത്തെക്കുറിച്ചുള്ള ബോധം അത് തന്നെയാണ്, സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം. അതിനാണ് പരമാർത്ഥ ബോധം എന്ന് പറയുന്നത്, സമ്യജ്ഞാനം എന്ന് പറയുന്നു. ഈ ബോധമല്ലാതെ എന്നുവെച്ചാൽ അന്യനാസ്തി നിഷ്പുനതി, അതല്ലാതെ ഈ അറിവില്ലായ്മ മാറാൻ വേറെ ഒരു വഴിയുമില്ല. അതല്ലാതെ മറ്റൊരു മോക്ഷവുമില്ല. മറ്റേതെങ്കിലും ഒരു മോക്ഷത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതെല്ലാം ആപേക്ഷിക്കും. തൽക്കാലത്തേക്ക് ഒരു മോക്ഷം കിട്ടും. സമ്യജ്ഞാനമല്ലാതെ മോക്ഷമുണ്ട്. തത്കാല മോക്ഷം നമുക്ക് സദാ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സുഷുപ്തിയിൽ മുക്തനാണ്, ഗാഠനിദ്രയിൽ മുക്തനാണ്. പക്ഷെ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. എന്തുകൊണ്ട്? അവിടെ സമ്യജ്ഞാനമില്ല. മുക്തനാണെങ്കിലും അവിടെ ജ്ഞാനമില്ല. അപ്പോൾ സമ്യജ്ഞാനം കൂടാതെയുള്ള മുക്തി നിഷ്പ്രയോജനമാണ്. അതുകൊണ്ടാണ് ഉറക്കം ഒരു പരിഹാരമല്ല. അമുക്തിയാണെങ്കിൽ പരിഹാരം ജാഗ്രതയിലേ ഉള്ളൂ, ഈ ബോധത്തിലേ ഉള്ളൂ. ഈ ബോധത്തിൽ ഇവിടെ ഇതുവരെ നമ്മൾ കടന്നു വന്ന ബോധം, ആ ബോധം ഇവിടെ ഉള്ളൂ, ഈ ജാഗ്രതയിലേ ഉള്ളൂ. ഇതിന്റെ ഇടയ്ക്ക് ആരെങ്കിലും ഉറക്കത്തിലേക്ക് പോയാലും ഇനി ആരെങ്കിലും സമാധിയിലേക്ക് പോയാലും രണ്ടും കൂടെ ഒരുപോലെയാണ്, ഒരു വ്യത്യാസമില്ല. രണ്ടു വഴിക്ക് പോയാലും അവന് നഷ്ടപ്പെടുന്ന മുക്തിയാണ്. രണ്ടു വഴിക്ക് പോകുമ്പോഴും അവൻ ഇവിടെ മുക്തിയെ നഷ്ടപ്പെടുത്തിയിട്ടാ പോകുന്നു. ഇവിടെ ഇരുന്ന് രണ്ടു വഴിക്കും പോവാം. ചിലരറിയാതെ തന്നെ സുഷുപ്തിയിലേക്ക് പോകുന്നു, ചിലർ അറിഞ്ഞുകൊണ്ട് തന്നെ സമാധിയാണെന്ന് ഭാവിക്കുന്നുണ്ട്. രണ്ടു കൂട്ടരും ഇവിടെ നഷ്ടപ്പെടുത്തുന്ന എന്തിനാ? മുക്തിയാണ് നഷ്ടപ്പെടുത്തുന്നത്. എന്തുകൊണ്ട്? ബോധം അവിടെ നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് സമ്യജ്ഞാന അതിരേകേണ എന്നുവെച്ചാൽ അന്യേനാസ്തി നിഷ്പുനതി, നാശം. ഈ അറിവില്ലായ്മ മറ്റൊന്നും കൊണ്ടും മാറത്തില്ല, മുക്തി മറ്റൊന്നും കൊണ്ട് സിദ്ധിക്കില്ല.
അതുകൊണ്ട് ഇതിന് നിങ്ങൾ വേറെന്തിനാ കൂട്ടുപിടിക്കുന്നു? പിന്നെ ഇവിടെ കർമ്മത്തിന്റെ ആവശ്യം എന്താണ്? കർമ്മത്തിന്റെ ആവശ്യമില്ല. കർമ്മത്തിന് വേണ്ടി പിന്നെ നിങ്ങൾ എന്തിനു ഗാർഹസ്ഥ്യം? ചെറു ചോദിക്കും, എന്താ ശങ്കരാചാര്യർക്ക് ഇത്ര വലിയ വിരോധം ഗൃഹസ്ഥനോട്? ഗാർഹസ്ഥ്യത്തിലതായിക്കൂടെ എന്ന് ചോദിക്കും. ഇത് തന്നെയാണ് ശങ്കരാചാര്യൻ ചോദിക്കുന്നത്. ഗാർഹസ്ഥ്യത്തിന്റെ ആവശ്യമുണ്ട്. അതാ ചോദിക്കുന്നത്, അതിന്റെ ആവശ്യം എന്തോന്ന്? അത് നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന കർമ്മത്തിന് വേണ്ടിയല്ല. കർമ്മത്തിന്റെ ആവശ്യം ഇവിടെ ഇല്ല, ജ്ഞാനം മതിയെന്നാ പറഞ്ഞത്. പിന്നെ എന്തിനാ അതിന്റെ ആവശ്യം? അല്ല, ഞാൻ അതിൽ പോയി ചാടിപ്പോയി എന്നാൽ ഡൈവോഴ്സ്, വേറെ വഴിയൊന്നുമില്ല. സന്യാസം അത്രയും കടുപ്പിച്ച് പറയാമോ എന്ന് ചോദിക്കും. ഇവിടെ പറയാം, പുറത്ത് പറയത്തില്ല ഞാൻ. അതാണ് ഇവിടെ പറയുന്നത്. കർമ്മത്തിന്റെ ആവശ്യമില്ല. അതിവിടെ സമർത്ഥിച്ചത് ജ്ഞാനം മാത്രം മതി. പിന്നെ അങ്ങനെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താ വേണ്ടത്? അവിടെയാണ് പിന്നെ കർമ്മയോഗത്തിന്റെയും മറ്റും കാര്യം പറയുന്നത്. കർമ്മയോഗമൊക്കെ അനുഷ്ഠിച്ച് മനസ്സിന് ശുദ്ധിയൊക്കെ നേടി ഡൈവോഴ്സിന് സമയമാകുന്നതുവരെ കാത്തിരിക്കുക. പിന്നെ അതാകാം. അവിടെ നിസ്സംഗമായ കർമ്മം നിഷ്പ്രയോജനമാണോ എന്നൊക്കെ ചോദിക്കും. അതൊക്കെ കർമ്മയോഗത്തിന്റെ സന്ദർഭത്തിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. ഇവിടെ അതിനൊന്നും യാതൊരു പ്രസക്തിയില്ല. ഇവിടെ ജ്ഞാനം മാത്രം മതി, മുക്തിക്ക് അത് മതി എന്നാണ്. എന്തുകൊണ്ട്? ഭാഷ്യത്തിൽ പറയുന്നു, ബന്ധനനാശ ഏവഹി മോക്ഷോ. ബന്ധനനാശം, ബന്ധനം എന്ന് വെച്ചാൽ കട്ടിയിടുന്ന സാധനമൊന്നൊന്നുമല്ല. പ്രതിബന്ധം എന്നുള്ള അർത്ഥത്തിലാണ് ബന്ധനം എന്ന് പറയുന്നത്. അതെന്താണ് പ്രതിബന്ധം? ഈ അറിവില്ലായ്മ വേറൊന്നുമില്ല. ഈ നിഴൽ, അതിന്റെ നാശം ഏവഹി മോക്ഷ. ഇനി മോക്ഷത്തിന് വേറെ വ്യാഖ്യാനമൊന്നും നിങ്ങൾ കൊടുക്കണ്ട. അത് പറയുന്നതോ ആത്യന്തിക ദുഃഖ നിവൃത്തി, നിരതിശയ ആനന്ദപ്രാപ്തി എന്നൊക്കെ പറയണം. അത് ഇത് തന്നെയാണ്. ഏത് ഭാഷയിൽ പറഞ്ഞാലും ബന്ധനനാശ ഏവഹി മോക്ഷ. ഇത് ഭാഷ്യകാരൻ പറയുന്നതാണ്. യവ എന്ന് പറഞ്ഞാൽ മറ്റൊരു തരത്തിലുള്ള വ്യാഖ്യാനം ഇവിടെ ആവശ്യമില്ല. ആ ബന്ധനനാശം എന്താണെന്നാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യുന്നത്. എന്നാൽ കാര്യഭൂത, അല്ലാതെ മോക്ഷം എന്ന് പറയുന്നത് സാധ്യമായ ഒന്നല്ല, നമ്മൾ പരിശ്രമിച്ച് നേടിയെടുക്കേണ്ടതല്ല. പരിശ്രമങ്ങളെല്ലാം ഈ ബന്ധനനാശത്തിന് വേണ്ടിയിട്ടാണ്. അതിനുപകരിച്ചാൽ മാത്രമേ ആ പരിശ്രമത്തെ പരിശ്രമമെന്ന് വിളിക്കാൻ പറ്റൂ. അതിനുപകരിച്ചില്ലെങ്കിൽ അതൊന്നും പരിശ്രമമേ അല്ല. എന്താ ബന്ധനം? ബന്ധനം അവിദ്യത്യപോചാമ. ബന്ധനം അവിദ്യയാണ്. അജ്ഞാനമെന്നോ അവിദ്യയെന്നോ അറിവില്ലായ്മയെന്നോ ഭ്രാന്തിയെന്നോ എന്ത് വേണോ പറയുക. ഓരോ സന്ദർഭം അനുസരിച്ച് അവിടെ അർത്ഥം മാറും. ഇത് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ്. അപോചാമ. വീണ്ടും വീണ്ടും നിങ്ങൾ എന്തിനാ ബന്ധനം എന്ത്, ബന്ധനം എന്ത്, മോക്ഷം എന്ത്, മോക്ഷം എന്തെന്ന് കേൾക്കുന്നു? എന്നാൽ പറഞ്ഞു കഴിഞ്ഞ കാര്യമില്ല. അവിദ്യാഭ്യാസന കർമ്മണ നാശബുദ്ധതേ. അറിവില്ലായ്മ അറിവുകൊണ്ടേ നശിക്കൂ, കർമ്മം കൊണ്ട് നശിക്കത്തില്ല. ദുഷ്ടവിഷയത്വച്ച കർമ്മസാധ്യ സാമർഥ്യ. കർമ്മം വേറെയാണ്. കർമ്മത്തിന് സാമർഥ്യമുണ്ട്, അതിന്റെ ഫലം ദുഷ്ടവുമാണ്. അതും ഈ ജ്ഞാനവുമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത്. ഇവിടെ നമ്മൾ ധാരാളം കർമ്മം ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നതെല്ലാം കർമ്മമാണ്. മോക്ഷത്തിന് വേണ്ടി ചെയ്യുന്നതെല്ലാം കർമ്മമാണ്. ജ്ഞാനം മാത്ര സാധ്യമാണ് അതെന്ന് അറിഞ്ഞാലും മനുഷ്യൻ അതിനുവേണ്ടി പ്രവർത്തിക്കത്തില്ല. അവനിഷ്ടം കർമ്മങ്ങളിലാണ്. അതിന്റെ ഫലം പ്രത്യക്ഷമാണ്, കർമ്മസാധ്യമായ ഫലം. ഉത്പത്തി ആപ്തി വികാര സംസ്കാരാഹി കർമ്മ സാമർഥ്യസ്യ വിഷയാ. ഭാഷകാരൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, വൈദികമായും ലൗകികമായും.
ഇവിടെ ലൗകികമായി പറയുന്നു. നമ്മുടെ കർമ്മ സാമർഥ്യത്തിന്റെ വിഷയങ്ങൾ ഇത്രയാണ്: ഉത്പത്തി, ആപ്തി, വികാരം, സംസ്കാരം. നമ്മൾ ബ്രഹ്മസൂത്രത്തിൽ ചർച്ച ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു അവിടെ നമ്മൾ വൈദികമായാണ് ചർച്ച ചെയ്തത്. ഉത്പാദയിതും പ്രാപയിതും വികടത്തും സംസ്കൃത്തും ച സാമർഥ്യം കർമ്മണോ. കർമ്മത്തിന് ഉത്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ട്. ഇതെല്ലാം നമ്മളീ കാണുന്നതെല്ലാം നമ്മുടെ കർമ്മം കൊണ്ട് ഉത്പാദിപ്പിച്ചതാണ്. കർമ്മത്തിന്റെ ശേഷിയാണ് ഈ കാണുന്നതല്ല. ഉദാഹരണം പറയുന്നതാണ്, പാത്രം ഉണ്ടാക്കുന്നവൻ തന്റെ പ്രവൃത്തി കൊണ്ട് പാത്രത്തെ ഉണ്ടാക്കുന്നു. ഇത് കർമ്മസാധ്യമായ കാര്യം. പ്രാപിതും പ്രാപിക്കുക, ഉള്ളതിനെ പ്രാപിക്കുന്നു. അതിന് ഉദാഹരണം പറയും, ഗോദോഹനം, പശുവിനെ കറക്കുന്നു. നേരത്തെ ഉള്ളത് തന്നെ, പക്ഷേ കർമ്മത്തിലൂടെ അത് അവിടെ പാലവന് കറന്നു കിട്ടി. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. വികാരം, വികർത്തും പറയുന്നു, പാലിൽ തൈരൊഴിച്ചു വെച്ചു പാല് തൈരായി മാറി. കർമ്മം കൊണ്ട് സാധിക്കുന്ന ദൃഷ്ടാന്തങ്ങളിലൂടെ മനസ്സിലാക്കും. സംസ്കൃത, സംസ്കാര്യം എന്ന് പറയുന്നു, നെല്ല് ചട്ടിയിലിട്ട് വറക്കുന്നു, അത് പൊരിയായി മാറുന്നു, നെൽപ്പൊരിയായി മാറുന്നു, കഴിക്കാൻ യോഗ്യമായെത്തി. ഇതാണെങ്കിൽ ഭക്ഷണം. ഭക്ഷ്യയോഗ്യമല്ലാത്ത രീതിയിലുള്ള വസ്തുക്കളെ സംസ്കരിച്ചു കഴിഞ്ഞാൽ അത് ഭക്ഷ്യയോഗ്യമായി മാറുന്നു. ഇതൊക്കെയാണ് സംസ്കാര്യത്തിന്റെ ഉദാഹരണം. ലൗകികമായ ഉദാഹരണം. വൈദികമായ വേറെ ഉദാഹരണം പറയും. അപ്പൊ ഈ ലോകത്തിൽ കാണുന്ന കർമ്മങ്ങളെല്ലാം ഈ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ടിരിക്കുമെന്നാണ്. വാസ്തവത്തിൽ ഇത് കർമ്മത്തെ ഇങ്ങനെ വിഭജിക്കുന്ന മീമാംസകരാണ്. അത് തന്നെ ഭാഷ്യകാരനും പറയുന്നു എന്നേ ഉള്ളൂ. ഉത്പാദയിതും പ്രാപയിതും വികടത്തും സംസ്കൃതത്തിന്റെ സാമർഥ്യം കർമ്മണോ നാദോ വ്യതിരിക്ത വിഷയോ അസ്തി. അതുകൊണ്ട് ഇതിനപ്പുറം കർമ്മം കൊണ്ട് സാധിക്കാവുന്ന വേറെ കാര്യങ്ങളൊന്നുമില്ല. മോക്ഷം ഇതൊന്നുമല്ല. കർമ്മ സാമർഥ്യസ്യ ലോകെ അപ്രസിദ്ധത്വാൻ പറയുന്നു. ലോകത്തിൽ ഇതിൽ നിന്നും വ്യതിരിക്തമായൊരു വിഷയം കർമ്മസാമർഥ്യമായിട്ടില്ല. അങ്ങനെ ഒന്നല്ല. ലോകത്തിൽ പ്രസിദ്ധമായിരിക്കുന്ന ഇത്രയും കാര്യങ്ങളാണ്. എന്നുവെച്ചാൽ മോക്ഷ യേശാം പദാർത്ഥാനാം അന്യതമം. മോക്ഷം ഈ പറയുന്നതിലൊന്നും പെടത്തില്ല. എന്ത് ഉത്പത്തി, ആപ്തി, വികാര, സംസ്കാരം എന്ന് പറയുന്ന വിഭാഗത്തിലൊന്നും മോക്ഷം പെടത്തില്ല. അത് സുസ്വരൂപമാണ്. അവിദ്യ മാത്ര വ്യവഹിത ഇത്യപൂച്ചാമ. അവിടുത്തെ വ്യവധാനം, മറവ് എന്ന് പറയുന്നത് അവിദ്യ മാത്രമാണ്. അവിദ്യ എന്ന് പറയുന്നിടത്തും ചിലടത്ത് പറയും അവിദ്യ, മായ, അതൊരു ശക്തിയാണ്. ആ ശക്തി ഇവിടെ ഇരിക്കുന്നു, ആ ശക്തി ഇതൊക്കെ ചെയ്യുന്നു. അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയാലും ഇവിടെ പറയുന്ന ബോധം ഉണ്ടാകത്തില്ല. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം അദ്വൈതത്തിൽ തന്നെ ചില പ്രക്രിയകൾ, സൃഷ്ടി പോലെയുള്ള കാര്യങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. മുക്തിയെക്കുറിച്ച് പറയുമ്പോൾ അവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവില്ലായ്മ, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ ഭ്രാന്തിജ്ഞാനം, സംശയജ്ഞാനം, ഇത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ ഒരു വലിയ ശക്തിയാണ്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ മുക്തിയുടെ സന്ദർഭത്തിൽ ചർച്ച ചെയ്യുന്ന അവിദ്യ എന്താണെന്ന് നമുക്ക് പിടികിട്ടാതെ, അത് പിടികിട്ടിയില്ലെങ്കിൽ മുക്തി എന്താണെന്ന് ശ്രദ്ധിക്കാതെ. അതുകൊണ്ട് അവിദ്യ മാത്ര വ്യവധാനം. കർമ്മത്തെക്കുറിച്ച് നിഷേധിച്ചു. കർമ്മത്തിനിവിടെ ഒന്നും ചെയ്യാനില്ല. പാഠം ശരി, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇവിടെ അദ്വൈതികൾ തമ്മിലാണ് ഈ ചർച്ച. അദ്വൈതികൾക്ക് ചിലർക്ക് എന്താണ്, എന്തുകൊണ്ട് ഗാർഹസ്ഥ്യത്തിൽ ഇരുന്നു കൊണ്ട് ഇത് സാധിച്ചുകൂടാ? സാധിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെന്ത് ചെയ്യും? ആദ്യം അവൻ ഗാർഹസ്ഥ്യത്തിലേക്ക് പോകും, ധർമ്മജിജ്ഞാസ, പിന്നെ ഗാർഹസ്ഥ്യം, അവിടെ പിന്നെ കർമാനുഷ്ഠാനം, അത് കഴിഞ്ഞ് പിന്നെ ബ്രഹ്മജിജ്ഞാസ, അങ്ങനെ പോകും. ഭാഷ്യകാരൻ അതിനോട് യോജിപ്പില്ല. ഭാഷ്യകാരൻ പറയുന്ന അതിന്റെ ധർമ്മജിജ്ഞാസയുടെ ഒന്നും ആവശ്യമില്ല. നീ നിൽക്കുന്നിടത്ത് നിന്ന് തന്നെ ബ്രഹ്മജിജ്ഞാസ. ഇപ്പൊ നീ ആരാണ്? വേദം അധ്യയനം ചെയ്യുന്നവനാണ്.
വേദാധ്യയനം ചെയ്യുന്നവന് ഇവിടെ തന്നെ ബ്രഹ്മജിജ്ഞാസയാകും. ഇനി മോക്ഷമാണ് ഇനി ആഗ്രഹിക്കുന്നതെങ്കിൽ, മോക്ഷത്തെക്കുറിച്ചാണ് നിനക്ക് അറിയേണ്ടതെങ്കിൽ അവിടെ ബ്രഹ്മജിജ്ഞാസ മതി, ധർമ്മജിജ്ഞാസ വേണ്ട, ഗാർഹസ്ഥ്യം വേണ്ട. നിനക്ക് വേറെ എന്തെങ്കിലും ആണ് ആഗ്രഹമെങ്കിൽ അതിന് ആ വഴിക്ക് പോകും. അതുകൊണ്ട് ഭാഷ്യകാരൻ അതിനോട് യോജിക്കുന്നില്ല. ബ്രഹ്മസൂത്രത്തിൽ നമ്മൾ ചർച്ച ചെയ്തു, ധർമ്മജിജ്ഞാസയ്ക്ക് ശേഷം പോരെ ബ്രഹ്മജിജ്ഞാസ, ഗാർഹസ്ഥ്യം കഴിഞ്ഞിട്ട് പോരെ, അത് സാധ്യമല്ല. അഥാതോ ബ്രഹ്മജിജ്ഞാസ അഥ അവിടെ അർത്ഥത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറഞ്ഞു ഇല്ല. അതിനുള്ള യോഗ്യതയുണ്ടെങ്കിൽ ഗാർഹസ്ഥ്യം കർത്തവ്യമായി കരുതേണ്ട കാര്യമില്ല. അതിന്റെ ആവശ്യമില്ല എന്നർത്ഥം. പാഠം ഭവത് കേവല സൈവകർമ്മണേവ സ്വഭാവത. ശരി, നിങ്ങൾ പറയുന്നവൻ എന്താണ്? കർമ്മത്തിന്റെ സ്വഭാവം ഇതൊക്കെ തന്നെയാണ്. എന്താണ്? ഉത്പത്തി, ആപ്തി, വികാരം, സംസ്കാരം, ഇതൊക്കെയാണ് അതിൽ നിന്ന് സംഭവിക്കുന്നത്. വിദ്യാസംയുക്തസ്യത്തു നിരഭിസ, മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ്. ഭവത്യ അന്നദാ സ്വഭാവം. പക്ഷേ കർമ്മം ഇതൊക്കെയാണ്, ഞങ്ങൾ സമ്മതിച്ചു. പക്ഷെ അതിനോട് ജ്ഞാനം കൂടെ ചേർന്ന് കഴിഞ്ഞു. എങ്ങനെ? നിസ്സംഗമായ താൻ നിസ്സംഗനാണെന്നുള്ള ബോധത്തോടുകൂടിയുള്ള കർമ്മം. നേരത്തെ നിഷേധിച്ച എന്താണ്? രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന്, ജ്ഞാനം കൊണ്ട് മാത്രമേ ഇത് സാധിക്കൂ, കർമ്മത്തിന്റെ പണി വേറെയാണ് പറഞ്ഞു. അത് കർമ്മത്തിന്റെ പണി വേറെയാണെന്നുള്ള ഞങ്ങൾ അംഗീകരിച്ചു. അതിനോട് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് മീമാംസകരുടെ അഭിപ്രായമാണ്. അത് ഉത്പത്തി, ആപ്തി, വികാരി, സംസ്കാരം എന്നൊക്കെ പറയുന്നത് തന്നെയാണ് കർമ്മത്തിന്റെ പണി. പക്ഷെ ഇവിടെ വിദ്യ അതിനോടുകൂടി ചേർത്തെന്ന് ചിന്തിച്ചു നോക്കുക. ജ്ഞാനം, ഗാർഹസ്ഥ്യത്തിനോട് ജ്ഞാനത്തെ കൂടെ ഒന്ന് ചേർത്ത് വെച്ച് ചിന്തിച്ചു നോക്കുക. നിരഭിസന്ധിഹി ഭൗതി അന്യഥാ സ്വഭാവ. അപ്പോ കർമ്മത്തിന്റെ സ്വഭാവത്തെ അത് മാറ്റുമെന്നാണ്. കർമ്മം ബന്ധനത്തെ ഉണ്ടാക്കുന്നതാണെങ്കിലും ജ്ഞാനം അതിന്റെ സ്വഭാവത്തെ മാറ്റിമറിക്കും. അതിനുദാഹരണം നേരത്തെ പറഞ്ഞത് തന്നെ പറയുന്നു. അപ്പോൾ പൂർവക്ഷിയുടെ താല്പര്യം നേരത്തെ ഞങ്ങൾ പറഞ്ഞ കാര്യം നിങ്ങൾ മനസ്സിലാക്കാതെ സംസാരിക്കുന്നു. നിങ്ങൾ ജ്ഞാനത്തെയും കർമ്മത്തെയും രണ്ടാക്കി. എന്നിട്ട് പറഞ്ഞു ജ്ഞാനത്തിന്റെ ഫലം ഇന്നത്, കർമ്മത്തിന്റെ ഫലം ഇന്നത്. ഞങ്ങളങ്ങനെയല്ല പറയുന്നു. കർമ്മത്തിനോടുകൂടി ജ്ഞാനത്തെ ചേർക്കുമ്പോൾ ചില പ്രത്യേകതകളുണ്ടാവും. എങ്ങനെ? ദുഷ്ടം ഹി അന്യശക്തികത്വേന നിർജ്ഞാതാനാമി പദാർത്ഥാനാം വിഷദധ്യാദീനാം വിദ്യാമന്ത്ര ശർക്കരാദി സംയുക്താനാം അന്യവിഷയ സാമർഥ്യം. ഞങ്ങൾ പറയുന്ന ഇതാണ്. വിഷത്തിന്റെ പ്രയോജനം വേറെയാണ്, പ്രാണഹാനിയാണ്. ദധിയുടെ ജോലി വേറെയാണ്, ജ്വരത്തെ ഉണ്ടാക്കുകയാണ്. പക്ഷെ അത് മന്ത്രത്തോടും ശർക്കരയോടും ചേർന്ന് കഴിഞ്ഞു. ഇപ്പൊ രണ്ടും കൂടെ ചേരണം. മറ്റൊരു ഫലത്തെ ഉണ്ടാക്കിയല്ലോ. പ്രാണനെ കൊടുത്തു, ജ്വരത്തെ മാറ്റി. തഥാ കർമ്മണോപ്യസ്വ. അങ്ങനെ കർമ്മത്തിലൊരു വിശേഷ ശക്തി വന്നിട്ട് ജ്ഞാനത്തിന്റെ സഹായം കൊണ്ട് അത് മോക്ഷത്തിന് ഉപകരിക്കുമെന്ന് പറഞ്ഞാലോ ന പ്രമാണ അഭാവ. നിങ്ങളീ പറയുന്നത് കേവലമായൊരു യുക്തി ഉപയോഗിച്ച് പറയുകയാണ്. യുക്തി ഇല്ലാത്തടത്തൊരു യുക്തിയെ ഘടിപ്പിക്കാൻ നോക്കുകയാണ്. പക്ഷേ പ്രമാണം അനുഗ്രഹിക്കുന്ന യുക്തിക്ക് മാത്രമേ നിലയുള്ളൂ. പ്രമാണം അതിന് സഹകരിച്ചില്ലെങ്കിൽ പിന്നെ ആ യുക്തിക്ക് യാതൊരു പ്രയോജനമില്ല. തത്ര ഹി കർമ്മണ ഉക്ത വിഷയ വ്യതിരേകേണ വിഷയാന്തരേ സാമർത്ഥ്യ അസ്തിത്വേ പ്രമാണം ന പ്രത്യക്ഷം ന അനുമാനം ന ഉപമാനം ന അർത്ഥാപർത്ഥം ന ശബ്ദോസ്തി.
കർമ്മത്തിന് ജ്ഞാനത്തോടുകൂടി ചേരുമ്പോൾ വിശേഷമായൊരു സാമർഥ്യം ഉണ്ടായി, അത് മോക്ഷത്തിലേക്ക് നയിക്കും എന്നുള്ളതിന് വിഷയാന്തരേ സാമർഥ്യം. നിങ്ങൾ നേരത്തെ പറഞ്ഞത് ശരിയാ. ദധിക്ക് ശർക്കരയോടുകൂടി ചേർന്ന് കഴിഞ്ഞാൽ അതിന് ഔഷധ ഗുണമുണ്ട്. അവിടെ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം. യുക്തി ശരിയാണ് നിങ്ങൾ പറയുന്നത്. ഏതിനെ സംബന്ധിച്ച്? ദൃഷ്ടാന്തത്തെ സംബന്ധിച്ച് അത് ശരിയാണ്. പക്ഷെ ദാഷ്ടാന്തികത്വത്തിൽ നിങ്ങളുടെ യുക്തി വിലപ്പോവില്ല. ജ്ഞാനത്തിനങ്ങനെ കർമ്മത്തിലൊരു വിശേഷ സാമർഥ്യം ഉണ്ടാക്കാമെന്നുള്ളതിന് പ്രമാണമില്ല, പ്രത്യക്ഷമില്ല, അനുമാനമില്ല, ഉപമാനമില്ല, അർത്ഥാപത്തിയില്ല, ശബ്ദമില്ല. എന്നുവെച്ചാൽ പ്രത്യക്ഷമായി അറിയാൻ പറ്റുന്നില്ല, ഏതെങ്കിലും ഹേതുക്കളിലൂടെ അനുമാനിക്കാൻ കഴിയുന്നില്ല, മറ്റ് എന്തെങ്കിലും സാദൃശ്യത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതാണ് ഉപമാനം. അർത്ഥാപത്തി, അന്യഥ അനുഭവത്തി എന്ന് പറയുന്ന യുക്തി, അതില്ലെങ്കിൽ മറ്റത് സംഭവിക്കുന്നില്ല എന്ന് ചിന്തിക്കത്തക്ക യുക്തി, അതുകൊണ്ട് സാധ്യമല്ല. പിന്നെ വേദവുമില്ല അവിടെ. കർമ്മം കൊണ്ട് അത് സാധ്യമാണെന്നുള്ളതിന് വേദമില്ല എന്നാണ്. ശബ്ദോ അസ്തി. അപ്പൊ അവിടെ അങ്ങനെ പറയുന്നതിന്റെ താല്പര്യം എന്താണ്? ഇപ്പൊ കർമ്മം എന്ന് പറയുന്നു, ഗൃഹസ്ഥൻ ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ ഉണ്ട്. ആ കർമ്മവും ചെയ്യുന്നില്ല. ചെറുവൻ മുറി അടച്ചിരുന്ന് ധ്യാനിക്കുകയാണ്. എന്താ ധ്യാനിക്കുന്ന? അഹം ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മാസ്മി, ശിവോഹം ശിവോഹം, സച്ചിദാനന്ദോഹം സച്ചിദാനന്ദോഹം, നിത്യമുക്തോഹം, ശുദ്ധോഹം മുക്തോഹം. ഇങ്ങനെ ധ്യാനിച്ചാലോ? നിങ്ങൾ കർമ്മത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ജ്ഞാനത്തിലേക്ക് എങ്ങനെ വരുന്നു? കാരണം ഇതും കർമ്മമാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? മാനസികമായ കർമ്മം എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഒരേ ചിത്തവൃത്തിയെ തന്നെ ആവർത്തിക്കുന്നു. ഇങ്ങനെ ആവർത്തിച്ച് 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 ഒരു ദിവസം സുപ്രഭാതത്തിൽ ജ്ഞാനം പ്രകാശിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ജ്ഞാനം പ്രകാശിച്ചാലും കൊള്ളാം, പ്രകാശില്ലെങ്കിലും കൊള്ളാം, ഒരു ദിവസം മുക്തി ഉണ്ടാവും. ജ്ഞാനം പ്രകാശിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇങ്ങനെ 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 ഇരുന്നിട്ട് എങ്ങനെയാ ജ്ഞാനം ഉണ്ടാകുന്നു പറയുന്നു? ഇങ്ങനെ ഇരുന്നിട്ട് സമാധിയിലേക്ക് പോകും. ശരി, സമാധി എന്ന് പറഞ്ഞാൽ എന്താണ്? പുറം ലോകത്തെ കുറിച്ചൊന്നും ഒരറിവില്ലാത്ത മനസ്സിന്റെ ഒരവസ്ഥ. ശരി, അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് ജ്ഞാനം ഉണ്ടാകും. ആ സമാധിയിൽ ജ്ഞാനം ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ മുക്തി, പിന്നെ മുക്തിയാണ് എന്ന് പറഞ്ഞാലോ? അപ്പോ നിങ്ങൾ കർമ്മത്തോട് ഇത്രയും വലിയ വിരോധിയാണെങ്കിൽ ഈ പറയുന്ന അഭ്യാസം, ഇത് കർമ്മമാണല്ലോ. ഇവിടെ കർമ്മം കൊണ്ട് സമാധി, സമാധിയിൽ നിന്ന് ജ്ഞാനം. അല്ല, ഇല്ലെങ്കിൽ സമാധിയോട് നിങ്ങൾക്ക് വിരോധമുണ്ടെങ്കിൽ അത് വേണ്ട. ഇങ്ങനെ ആവർത്തിച്ച് 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 ഈ ആവർത്തിയുടെ ഫലമായി ഒരു ജ്ഞാനം. അങ്ങനെ ആയാലോ? ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിന് സമാനം പറയുമ്പോൾ ധ്യാനം അല്ലെങ്കിൽ ഉപാസന ഇതൊന്നും ആവശ്യമില്ലെന്നല്ല പറയുന്നു, ചെയ്യരുതെന്നുമല്ല. അതിന് അതിൻ്റെതായ പ്രയോജനങ്ങളുണ്ട്, ഫലമുണ്ട്. ഇവിടെ ഇതിനെല്ലാം മുക്തിയുമായിട്ടുള്ള ബന്ധം എന്താണെന്നാണ് കാണിക്കുന്നത്. അല്ലാതെ ആധ്യാത്മിക സാധന എന്നുള്ള നിലയ്ക്ക് ചെയ്യുന്ന മനസ്സിന്റെ ഏകാഗ്രതയോ ജ്ഞാനം, ധ്യാനമോ സമാധി അതിനൊന്നും നിഷേധിക്കുന്നതല്ല.
മുക്തി എങ്ങനെ, അതെന്താണ്, അതിലിതിന്റെ സ്ഥാനം എന്താണ് ആണ് പറയുന്നത്. സാധ്യ ആവൃത്യാത്മക ജ്ഞാനം കർമ്മേവ അവസ്തുതന്ത്രത ജ്ഞാനം ഹി വസ്തുതന്ത്രം സ്യാത് തത്കാരകാശ്രിതം. നിങ്ങളീ പറയുന്ന അഭ്യാസം എന്താണ്? സാധ്യ ആവൃത്യാത്മകം. സാധ്യാവൃത്തി എന്ന് പറയുന്നത് എന്താണ്? മുക്തോഹം മുക്തോഹം, ശിവോഹം ശിവോഹം, ബ്രഹ്മോഹം ബ്രഹ്മോഹം. ബ്രഹ്മമാണല്ലോ നമ്മുടെ സാധ്യം. സച്ചിദാനന്ദോഹം, സച്ചിദാനന്ദമാണ് സാധ്യം. അതിനുവേണ്ടിയിട്ട് ഈ പാടെല്ലാം വരുന്നു. അപ്പോ അതിന്റെ ആവൃത്തി ഇങ്ങനെ ആവർത്തിച്ചാൽ ഇതെന്താ? ഇത് ജ്ഞാനമല്ലേ? ഞാൻ പറയുന്നു ബ്രഹ്മോഹം ബ്രഹ്മോഹം, ശിവോഹം ശിവോഹം, ഇത് ജ്ഞാനമല്ലേ? ഇതും ബോധമാണല്ലോ. ഇവിടെ എന്താ വിശേഷത? ഇതിനെ ഇങ്ങനെ ആവർത്തിക്കുന്നു ഞാൻ. വിജാതീയ പ്രത്യരഹിത സജാതീയ പ്രത്യാവർത്തി എന്നൊക്കെ പറയുമല്ലോ. അതാണ് സാധ്യ ആവൃത്യാത്മകം. ഇത് ജ്ഞാനമാണല്ലോ. അക്കാര്യത്തിൽ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ട്? അപ്പൊ ഈ ജ്ഞാനം കൊണ്ട്, ആവൃത്തി രൂപത്തിലുള്ള ജ്ഞാനം കൊണ്ട് മോക്ഷം. എങ്ങനെ ആയിക്കൊള്ളട്ടെ. ഈ ജ്ഞാനം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സമാധിയായെന്നോ അല്ലെങ്കിൽ പിന്നെ വേറെ ജ്ഞാനം ഉണ്ടാക്കിയെന്നോ, ഈ ജ്ഞാനം പരോക്ഷമായ ജ്ഞാനമാണ്. ഈ ജ്ഞാനം കൊണ്ട് പിന്നീട് അപരോക്ഷമായ ഒരു ജ്ഞാനം ഉണ്ടായി. ആ ജ്ഞാനം വന്നിട്ട് അജ്ഞാനത്തെ നശിപ്പിച്ചു. ആ ജ്ഞാനത്തിന്റെ പേരാണ് അഖണ്ഡാകാര ചിത്തവൃത്തി. അങ്ങനെയുള്ള ഒരു ജ്ഞാനം നശിപ്പിച്ചു. ഇങ്ങനെയൊക്കെ ഒരുപാട് കഥകൾ പറയുന്നുണ്ടല്ലോ. പറയുന്നു സംഗതി ശരിയാ, നിങ്ങളിതിനു വേണ്ടി ഒരുപാട് മെനക്കെട്ടിട്ടുണ്ട്, അവസാനം വണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ ആയി. അതിനോടൊന്നും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ എന്താ ഈ സാധനം? അതറിയണമെന്ന്. ഈ പ്രത്യാവൃത്തി എന്ന് പറയുന്നത് ഇതെന്താണ്? കർമ്മേവ. ഇത് ജ്ഞാനമല്ല, ഇത് കർമ്മമാണ്. നിങ്ങളീ പറയുന്ന സാധനം. ചിത്തവൃത്തിയുടെ ആവർത്തനം എന്ന് പറയുന്നത് കർമ്മമാണ്. അപ്പൊ ജ്ഞാനം എങ്ങനെയാ കർമ്മമാകുന്നു? എന്നുവെച്ചാൽ നിങ്ങളുടെ ധ്യാനം എന്ന് പറയുന്നത് കർമ്മമാണ് എന്ന്. ഞങ്ങളുടെ ധ്യാനം എന്ന് പറയുന്നത് ഞങ്ങൾ ഈ ജ്ഞാനത്തെ ആവർത്തിക്കുക ചെയ്യുന്നത്, ഈ ബോധത്തെ. ശിവോഹം ശിവോഹം, ബോധത്തെ ആവർത്തിച്ച എങ്ങനെയാ അത് കർമ്മമാകുന്നു? അപ്പം നിങ്ങൾ പറയുന്ന ബ്രഹ്മജ്ഞാനം അത് കർമ്മമല്ലേ? അങ്ങനെയാണെങ്കിൽ അത് കർമ്മമാകത്തില്ലേ? ഇത് കർമ്മമാണെങ്കിൽ പറയുന്നില്ല. ഞങ്ങളുടെ ബ്രഹ്മജ്ഞാനം കർമ്മമല്ല, പക്ഷെ നിങ്ങളുടെ ജ്ഞാനം കർമ്മമാണ്. അതെന്താ അങ്ങനെ വ്യത്യാസം വരുന്നത്? ആ വസ്തുതന്ത്രത. നിങ്ങളുടെ ഈ ആവൃത്തി എന്ന് പറയുന്നത് ആ വസ്തുതന്ത്രമാണ്. പിന്നെന്താണത്? ജ്ഞാനം ഹി വസ്തുതന്ത്രം സ്യാ. ജ്ഞാനം വസ്തുതന്ത്രമാണ്. നതു തത് കാരകാശ്രിതം. അത് കാരകാശ്രിതമല്ല, കർത്തൃതന്ത്രമല്ല. കർത്തൃതന്ത്രമായിരിക്കുന്ന ജ്ഞാനവും ഞങ്ങൾ കർമ്മമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നു. അത് കർമ്മമാണ്. നിങ്ങളിനി ഗൃഹസ്ഥൻ ധ്യാനിച്ചു മോക്ഷം നേടുമെന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റില്ല. ഗൃഹസ്ഥനല്ല ആരും തന്നെ. ധ്യാനിക്കാം, മനസ്സിന്റെ ഏകാഗ്രതയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ധ്യേയമായ വിഷയങ്ങളുടെ സാക്ഷാത്കാരത്തിന് വേണ്ടിയോ ധ്യാനിക്കാം, നല്ലതാണ്. മനോമാലിന്യങ്ങളെ മാറ്റിയെടുക്കാനോ എന്തിന്റെ പേരിലായാലും ധ്യാനിക്കാം. ഒരു അഭ്യാസം എന്നുള്ള നിലയ്ക്ക് അതൊക്കെ നല്ലതാണ്. പക്ഷെ ഇവിടെ പറയുന്ന മുക്തി,
ഇവിടെ പറയുന്ന ജ്ഞാനം അതിനതൊന്നും ഉപകരിക്കത്തില്ല. പിന്നെ എന്തോ ധ്യാനം കർമ്മമാണ്. വ്യത്യാസം എന്താ പറയുന്നത്? അവസ്തുതന്ത്രത്വ, ഇത് കർത്തൃതന്ത്രമാണ്, ഇത് കാരകാശ്രിതമാണ്. അപ്പോ വസ്തുതന്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രമാണം. ഇവിടെ ബ്രഹ്മസൂത്രത്തിൽ നമ്മളത് ചർച്ച ചെയ്തതാണ്. യദ്യപി ജ്ഞാനം നാമ മാനസീ ക്രിയ എന്ന് പറയുന്ന ഭാഗത്ത് ഒരു പ്രമാണം കണ്ണിനെ തന്നെ എടുക്കുക, ചക്ഷുരേന്ദ്രിയം മുമ്പിലിരിക്കുന്ന പുസ്തകത്തെ കാണും. ഇവിടെ രണ്ട്, ഒന്ന് വസ്തു ബാഹ്യമായ, മറ്റൊന്ന് ചക്ഷുരേന്ദ്രിയം, അതിനെ മാനമായിട്ടെടുക്കുക. ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം കൊണ്ട് ഉള്ളിൽ ബോധമുണ്ടാകുന്നു, ഇത് പുസ്തകം എന്ന് പറയുന്നു. ഇവിടെ കണ്ണുകൊണ്ട് ഈ പുസ്തകത്തെ കണ്ടിട്ട് ഇത് പുസ്തകമാണെന്നുള്ള ബോധം ഉണ്ടാകുന്നതിന് ഇത് പുസ്തകം 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 എന്ന് ആവർത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ആവർത്തിക്കേണ്ടി വന്നാൽ അത് മാനസികമായ ഒരു ക്രിയ എന്ന് പറയേണ്ടി വരും. ആവർത്തിക്കേണ്ടി വന്നാൽ ഈ പുസ്തകജ്ഞാനത്തിന് അങ്ങനെ ആവർത്തിക്കേണ്ട ആവശ്യമില്ല. വ്യാവഹാരികമായ ഒരു ഉദാഹരണം പറയുകയാണ്. നിങ്ങൾ പുസ്തകത്തെ കണ്ട് പുസ്തകം എന്നുള്ള ജ്ഞാനം ഉണ്ടായത് ഇത് ആവർത്തിച്ചിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആവർത്തിക്കാം, പുസ്തകം പുസ്തകം പുസ്തകം. ആവർത്തിച്ചാൽ എന്ത് വേണം? അവിടെ ഇച്ഛ വേണം. ആവർത്തിക്കുന്ന ആ ആവർത്തനം നിന്നു പോകരുത്, തുടർന്നു പോകണം, അതിനുള്ള ഇച്ഛ വേണം. ആവർത്തിക്കുന്ന ഒരു കർത്താവ് അവിടെ വേണം. അവനതിനെ കർത്തൃത്വ ബുദ്ധിയോടുകൂടിയാണ് ആവർത്തിക്കുന്നത്. എന്തുകൊണ്ടാണ്? എനിക്കിത് ആവർത്തിക്കണം, എനിക്കിത് 100 തവണ ചൊല്ലണം, പുസ്തകം 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 100 തവണ ചൊല്ലണം. അങ്ങനെ ഒരു നിശ്ചയത്തോടുകൂടി മാനസികമായ ഒരു അഭ്യാസം നടത്തുകയാണ്. ഇങ്ങനെ ഒരു അഭ്യാസം നടത്താൻ ഒരു വിരോധമില്ല. അതൊക്കെ ജീവന്റെ സ്വാതന്ത്ര്യമാണ്. ശരിയാണോ തെറ്റാണോ ഒന്നും രണ്ടാമതൊരാൾക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടുത്തെ ചോദ്യം അതല്ല, പുസ്തകജ്ഞാനത്തിന് ഇങ്ങനെ ഒരു ആവൃത്തിയുടെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ഇന്ദ്രിയ അർത്ഥസന്നിവേഷം മതി പുസ്തകജ്ഞാനത്തിന്. അതിനെന്തൊക്കെ ആവശ്യമുണ്ടോ അതല്ല. മനസ്സിന്റെ സാന്നിധ്യം വേണം, വെളിച്ചത്തിന്റെ സഹായം വേണം, കണ്ണിന് തിമിരം പാടില്ല, വെള്ളെഴുത്ത് വരാൻ പാടില്ല, ഉണ്ടെങ്കിൽ കണ്ണാടി വേണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിന് സഹകാരിയായിട്ടുണ്ടായിരിക്കും. പക്ഷെ പ്രധാനമായി എന്താ വരുന്നത്? ഇന്ദ്രിയ അർത്ഥസന്നിവേഷം കൊണ്ട് ജ്ഞാനമുള്ളിൽ പ്രകാശിക്കുന്നു. ഇത് പുസ്തകമാണ്. ഈ ഒരു ജ്ഞാനത്തിന് ഈ പ്രത്യയത്തിന്റെ ആവൃത്തി ആവശ്യമുണ്ടോ എന്നാണ്. ആവശ്യമില്ലെങ്കിൽ ഒരു ജ്ഞാനത്തിനും ഈ പ്രത്യയത്തിന്റെ ആവൃത്തി ആവശ്യമില്ല. ഒരു ജ്ഞാനത്തിനും, ബ്രഹ്മജ്ഞാനത്തിനും ഉൾപ്പെടെ ഈ ധ്യാനത്തിന്റെ ആവശ്യമില്ല. എന്നുവെച്ചാൽ പ്രത്യയ ആവർത്തി രൂപത്തിലുള്ള ധ്യാനത്തിന്റെ ആവശ്യമില്ല. വിജാതീയ പ്രത്യയങ്ങളെ നിരസിച്ചുകൊണ്ട് സജാതീയ പ്രത്യയങ്ങളുടെ ആവർത്തി രൂപത്തിലുള്ള ധ്യാനത്തിന്റെ ആവശ്യം ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ സമാധിയുടെ ആവശ്യമില്ല. അപ്പോൾ അതിന്റെ പ്രയോജനം വേറെയാണ്. അങ്ങനെ ആവർത്തിച്ച് ശരി, ഇനി പ്രത്യേക ആവർത്തി കൊണ്ട് ഒരാൾക്ക് ജ്ഞാനം ഉണ്ടാകത്തില്ലേ? അതുണ്ടാകും. പ്രത്യേകാവർത്തി കൊണ്ട് ഏത് പ്രത്യയത്തെ ആവർത്തിച്ചാലും ഒരാൾക്ക് ജ്ഞാനം ഉണ്ടാകും.
ആ ആവർത്തിക്കുന്ന ജ്ഞാനത്തിൽ നിന്ന് വേറിട്ടോ മറ്റേതെങ്കിലും തരത്തിലൊക്കെ ജ്ഞാനം ഉണ്ടാകും. പക്ഷെ അതൊന്നും ആത്മജ്ഞാനമല്ല. അതാ പറയുന്നു. ജ്ഞാനം ഉണ്ടാകുന്നില്ലെന്നും പറയുന്നില്ല. എന്തുകൊണ്ട്? അതിന് ഈ ആവർത്തിയുടെ ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ. അങ്ങനെ ഒരു ആവർത്തി ഇല്ലാതെ തന്നെ ജ്ഞാനം ഉണ്ടാകുമെങ്കിൽ ഇവിടെ എന്താണ്? ശ്രുതി എന്ന് പറയുന്ന ഒരു പ്രമാണം, സ്വസ്വരൂപമാണ് ഇവിടുത്തെ വിഷയം. എന്നുവെച്ചാൽ തൽക്കാലം അതിന് വിഷയമെന്ന് പറയണം. അത് വിഷയമാണെങ്കിൽ ശ്രുതി എന്ന് പറയുന്ന പ്രമാണം, ശബ്ദപ്രമാണം അല്ലെങ്കിൽ ഉപദേശ പ്രമാണം സ്വസ്വരൂപത്തെ ബോധിപ്പിക്കുന്നു. തത്വമസി എന്ന് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ ബധിരനല്ലെങ്കിൽ, അവന് തത്വമസി എന്ന് പറയുന്ന താല്പര്യത്തെ ഗ്രഹിക്കുന്നതിനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ അതുകൂടെ വേണം. നേരത്തെ പറഞ്ഞല്ലോ, തിമിരമുള്ളവൻ ഇത് കണ്ടു കഴിഞ്ഞാൽ ബോധമുണ്ടാകും. പുസ്തകമാണ്. അങ്ങനെയുള്ള തിമിരമൊന്നും ബാധിച്ചിട്ടില്ലാത്തവനാണെങ്കിൽ അത് ശ്രവിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ ഉണ്ടാകുന്നതാണ് ആത്മബോധം. അല്ലാതെ അത് ആവർത്തിച്ചുണ്ടാക്കുന്ന ഒന്നല്ല. ആവർത്തിച്ചാൽ അതൊക്കെ ഉണ്ടാകത്തുമില്ല. പിന്നെ ശ്രവണം, മനനം, നിധിധ്യാസനം എന്തിനാണത് നമ്മൾ പലതവണ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതെല്ലാം ആത്മബോധമുള്ളവനാണ് അതിൻ്റെയൊക്കെ ആവശ്യം വരുന്നത്. ആത്മബോധമുള്ളവന് വീണ്ടും അതിൻ്റെ ആവശ്യം വരുന്നത് അവനിൽ അജ്ഞാന സംശയ വിപരീയ ദോഷങ്ങൾ വരുന്നു. ആ ദോഷങ്ങളെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്, മറിച്ച് ജ്ഞാനത്തെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടല്ല. ജ്ഞാനം പ്രമാണജന്യമാണ് എന്ന് പറയും. പല ഭാഷയിൽ പറയും. ആ ഭാഷയിൽ കയറി നമ്മൾ തൂങ്ങിയിട്ട് കാര്യമില്ല. താല്പര്യത്തെ ഗ്രഹിക്കുക. അപ്പോൾ അവിടെ ആവൃത്തിയുടെ ആവശ്യം ഇല്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താ? അത് തന്നെ ഇനി തുടർന്നും വിശദീകരിക്കുന്നുണ്ട്. ജ്ഞാനം ഹി വസ്തുതന്ത്രം സ്യാത്. ജ്ഞാനം വസ്തു എങ്ങനെയോ അങ്ങനെ ജ്ഞാനം. അതാണ് ഇവിടെ വസ്തു പുസ്തകം. വസ്തുവിന് അധീനമായി ജ്ഞാനം ഉണ്ടാകുന്നു. അവിടെ ഇന്ദ്രിയ സന്നികർഷം ഉണ്ടായപ്പോൾ ജ്ഞാനം വസ്തു അധീനമാണ്, പ്രമാണാധീനമെന്ന് വേണമെങ്കിലും പറയാം. എന്തുകൊണ്ട്? കണ്ണും വേണമല്ലോ. അല്ലാതെ അത് മാനസിക ആവൃത്തിയിൽ നിന്നുണ്ടാകുന്ന ഒന്നല്ല ജ്ഞാനം. ഇതാണ് അദ്വൈതിയുടെ നിലപാട്. ഇനി ചില അദ്വൈതികൾക്ക് അല്ല, ഇനി ആവർത്തിച്ചാലും ജ്ഞാനം ഉണ്ടായിക്കൂടെ, ഉണ്ടാകാം, എങ്ങനെ ഉണ്ടാകാം എന്നുള്ള പക്ഷങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയും ചിന്തിക്കുന്നവരുണ്ട്. എന്നുവെച്ചാൽ വളരെ കാലം ധ്യാനിച്ചുകൊണ്ടിരുന്നു. ഒരു സുപ്രഭാതത്തിൽ പറയാണ് ധ്യാനിച്ചാലല്ല ജ്ഞാനം ഉണ്ടാകുമെന്ന് വെച്ചാൽ നിരാശ വരും. അപ്പോൾ അതിനൊരു സമാധാനമായിട്ട് മറിച്ച് പറയുന്നവരുമുണ്ട്. അതിരിക്കട്ടെ, അത് വേറൊരു വിഷയം. ഇവിടെ നമുക്ക് എന്താണ് അദ്വൈതത്തിന്റെ മുഖ്യമായ സിദ്ധാന്തം എന്താണ്? ഇനി ജ്ഞാനം വസ്തുതന്ത്രമാണെങ്കിൽ പിന്നെ മറ്റതിന്റെ ആവശ്യമില്ലല്ലോ. അതാണ് മുമ്പ് നമ്മൾ മാണ്ഡവ്യത്തിൽ പറഞ്ഞെന്താണ്? സാധനാന്തരം അന്വേഷിക്കേണ്ട കാര്യമില്ല എന്നവിടെ പറഞ്ഞതാണ് ഇവിടെയും പറയുന്നു. മാണ്ഡവ്യത്തിൽ പറഞ്ഞു എന്നുവെച്ചാൽ ആത്മബോധത്തിന് വേറെ സാധനത്തിന്റെ ആവശ്യമില്ല. ശ്രവണമനനങ്ങളുടെ പ്രയോജനം വേറെയാണെന്നും അവിടെ പറഞ്ഞു. അത് തന്നെ ഇവിടെ വേറെ തരത്തിൽ വാർത്തകാരൻ പറയുന്നു. ശിഷ്യരെ